Good morning, everyone. Welcome to Attendant Malayalam channel. എൻ്റെ പേര് റിൻറ്റു സെബാസ്റ്റ്യൻ. Welcome to the Hindu editorial analysis of 24th January 2023. അപ്പോൾ ഇന്നത്തെ ഹിന്ദു എഡിറ്റോറിയലിലെ ആർട്ടിക്കിൾ ഏതൊക്കെ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നമുക്ക് വൊക്കാബുലറി ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം, സെന്റൻസ് മേക്ക് ചെയ്യാം, അതുപോലെ നമുക്ക് നമ്മുടെ ആർട്ടിക്കിൾ ഡീറ്റെയിൽ ആയിട്ട് റീഡ് ചെയ്യാം. അതുപോലെ നമുക്ക് ഒരുപാട് വൊക്കാബുലറി പഠിക്കാറുണ്ട്. നമ്മുടെ സിനോണിംസ്, ആന്റണിംസ്, വൺ വേർഡ്സ്, കൺഫ്യൂസിംഗ് വേർഡ്സ്, ഫ്രേസൽ വെർബ്സ്, ഇഡിയംസ് ഒക്കെ. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു സെഷൻ. റെഗുലർ ആയിട്ട് എല്ലാ ദിവസവും ഉള്ള സെഷനാണ്, മൺഡേ ടു സാറ്റർഡേ 8:30 മണിക്ക്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ എഡിറ്റോറിയൽ. ഓക്കെ, ഗുഡ് മോർണിംഗ്. യെസ്, എല്ലാവർക്കും ഓഡിബിൾ ആണല്ലോ അല്ലേ? ഞാൻ കാണാനും കേൾക്കാനും എല്ലാം പറ്റുന്നുണ്ടല്ലോ അല്ലേ? നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മുടെ കോട്ട് വെച്ച് നമുക്ക് തുടങ്ങാം. ഇന്നത്തെ കോട്ട് ഇതാണ്: ബി സ്ട്രോങ്ങർ ദാൻ യുവർ എക്സ്ക്യൂസസ്. ഹ്യൂമൻ ടെൻഡൻസി ആണല്ലോ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ നമുക്ക് പോകുമ്പോൾ നമുക്ക് ഒരുപാട് എക്സ്ക്യൂസസ് ഒരു കാര്യം മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് എക്സ്ക്യൂസ് പറയും. ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ഒരുപാട് എക്സ്ക്യൂസ് പറയും. ഇതെനിക്ക് വേണം, അല്ലെങ്കിൽ ഇതെനിക്ക് ചെയ്യണം എന്നതിന് വേണ്ടി നമ്മൾ ഒരുപാട് എക്സ്ക്യൂസ് മേക്കാറുണ്ട്. നമ്മളെല്ലാവരും മനുഷ്യർ അങ്ങനെയാണ്. ഇറ്റ്സ് എ ഹ്യൂമൻ ടെൻഡൻസി, ബേസിക് ഹ്യൂമൻ ടെൻഡൻസിയാണ്. പക്ഷെ നമ്മൾ ഇന്ന് പഠിക്കാൻ തുടങ്ങണം, വേണ്ട ഇന്ന് പഠിക്കണം, ഇന്ന് കുറച്ച് കാര്യങ്ങളുണ്ട്, അങ്ങനെ ഒരുപാട് എക്സ്ക്യൂസ് നമ്മൾ മേക്ക് ചെയ്യും. സോ ഇന്നത്തെ നമ്മുടെ കോട്ട്, ഇന്നത്തെ നമ്മുടെ തോട്ട് ഇതായിരിക്കണം: യു ഹാവ് ടു ബി സ്ട്രോങ്ങർ ദാൻ യുവർ എക്സ്ക്യൂസസ്. നമ്മളെപ്പോഴും നമ്മുടെ എക്സ്ക്യൂസിനേക്കാളും സ്ട്രോങ്ങർ ആയിരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ, മുന്നോട്ട് പോകാൻ പറ്റില്ല അല്ലെ? ഒരുപാട് ട്രബിൾ വരും, ഒരുപാട് സ്ട്രഗിൾസ് വരും. അപ്പോൾ റിമെമ്പർ ദാറ്റ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ തീരുമാനം ഇതായിരിക്കണം: യു ആർ ഗോയിങ് ടു ബി സ്ട്രോങ്ങർ ദാൻ യുവർ എക്സ്ക്യൂസസ്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ എഡിറ്റോറിയൽ ആർട്ടിക്കിൾസ്. എന്നും 2 ആർട്ടിക്കിൾ വെച്ച് വരാറുണ്ട്, ഇന്നും അതുപോലെ 2 ആർട്ടിക്കിൾ ഉണ്ട്. ബട്ട് ഇന്നത്തെ ആർട്ടിക്കിളിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ 2 ആർട്ടിക്കിളും ഇന്ത്യയെ പറ്റിയോ ഒന്നുമല്ല, വേൾഡിലെ 2 ഡെവലപ്ഡ് കൺട്രീസിനെ പറ്റിയുള്ള ആർട്ടിക്കിളിലാണ് ഇന്ന് 2 എണ്ണവും വന്നിരിക്കുന്നത്. നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ രണ്ടും റൂളേഴ്സ് ഓഫ് ഡിഫറെന്റ് കൺട്രീസ്. ഒന്ന് ന്യൂസിലൻഡിലെ പ്രൈം മിനിസ്റ്റർ ജസീന്ത ആർഡനെ പറ്റി ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അപ്പൊ അവര് റിസൈൻ ചെയ്തു അല്ലെ, നമുക്കറിയാം. പൊസിഷൻ ഗിവ് അപ്പ് ചെയ്തു, റിസൈൻ ചെയ്തു. അപ്പൊ അതിനെപ്പറ്റി അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നു. വേറൊരു ആർട്ടിക്കിൾ കൂടി ഉണ്ട്. നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന് ട്രംപിന് പറ്റിയ പോലെ ട്രംപിന്റെ വീട്ടിൽ കഴിഞ്ഞ വർഷം ലാസ്റ്റ് വീക്കിൽ ട്രംപിന്റെ വീട്ടിൽ ഒരു റെയ്ഡ് നടന്നായിരുന്നു. അപ്പോൾ അതേ സെയിം സിറ്റുവേഷനിലൂടെ ഇപ്പോൾ ജോ ബൈഡൻ കടന്നു പോവാണ്. പക്ഷെ ഒരു ഡിഫറൻസ് എന്താ വെച്ചാല്, ജോ ബൈഡൻ പൊസിഷനിലുള്ള ആളായതുകൊണ്ട്, അതായത് ഭരണത്തിലുള്ള ആളാണ്, പ്രസിഡന്റ് ആയതുകൊണ്ട് പുള്ളിക്കെതിരെ നമുക്ക് ചാർജ് ചുമത്താൻ പറ്റില്ല എന്നുള്ളതാണ് ഒരു നിയമവശം. അതൊഴിച്ചാൽ പുള്ളിയും ട്രംപും തമ്മിൽ വലിയ വ്യത്യാസമില്ലാത്ത രീതിയിലോട്ട് സെയിം പൊസിഷനിൽ ഇപ്പോൾ ജോ ബൈഡനും എത്തിയിരിക്കുന്നു. അതിനെപ്പറ്റി ഒരു ആർട്ടിക്കിൾ ഉണ്ട്. സോ ദാറ്റ്സ് എ സിമ്പിൾ റീഡ്, യു ക്യാൻ ഗിവ് ഇറ്റ് എ റീഡ്. അത് വായിച്ചുവിടാം. ഡോക്യുമെന്റ്സ് ഒക്കെ ഡോക്യുമെന്റ്സ് ഒക്കെ എവിടെയാണോ ഇരിക്കേണ്ടത്, വൈറ്റ് ഹൗസിൽ ഇരിക്കുന്ന ഡോക്യുമെന്റ്സ് പുള്ളിയുടെ വീട്ടിലിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ചെറിയ പ്രശ്നങ്ങൾ ആൻഡ് പ്രതിസന്ധികൾ, അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ആർട്ടിക്കിളിലുള്ളത്. സോ എനിവേസ്, ലെറ്റ്സ് ഗിവ് ഇറ്റ് എ റീഡ്. നമുക്ക് വായിച്ചുവിടാം. വളരെ കുറച്ച് സിനോണിംസ്, ആന്റണിംസ് ഒക്കെ ഉള്ള ഒരു ദിവസമാണ് ഇത്. വളരെ കുറച്ച്, വളരെ സിമ്പിൾ ആയിട്ട് വളരെ കുറച്ച് സിനോണിംസ്, ആന്റണിംസ് ഒക്കെ ഉള്ളത് നമുക്ക്. അപ്പൊ നമുക്ക് എന്തായാലും വായിച്ചുവിടാം അല്ലെ? ലെറ്റ് സ്റ്റാർട്ട് പീപ്പിൾ. എല്ലാവരും ഉഷാറായിട്ടിരിക്കുന്നല്ലോ അല്ലെ? റിസൾട്ട് 10th പ്രിലിംസിന്റെ ഒക്കെ റിസൾട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം കാര്യങ്ങളൊക്കെ റിസൾട്ട് ഒക്കെ നോക്കി എന്ന് വിചാരിക്കുന്നു. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വന്നുകൊണ്ടിരിക്കുകയാണ്, ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പൊ അപ്ലൈ ചെയ്തു പോകുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു, പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഉഷാറായിട്ട് നടക്കുന്നു എന്നൊരു വിശ്വാസത്തോടെ ഞാൻ തുടങ്ങുകയാണ്. നമ്മുടെ അഡപ്റ്റീവ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡെയിലി ക്വിസസ് അറ്റൻഡ് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ സബ്ജക്ട് വൈസ് ആയിട്ടും എക്സാം വൈസ് ആയിട്ടും നമുക്ക് ഡെയിലി ക്വിസസ് കിട്ടും, മാഗസീൻസ് കിട്ടും, അതുപോലെ നോട്ട്സ് ആൻഡ് ആർട്ടിക്കിൾസ് കിട്ടും. നിങ്ങൾ ആപ്പ് തുറക്കുമ്പോൾ തന്നെ ഫീഡ് എന്നൊരു ഓപ്ഷനും ഉണ്ട് മുകളിൽ. അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ അവിടെ സ്റ്റഡി മെറ്റീരിയൽ പെടുത്തും പോയി നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് ഫ്രീ ആയിട്ടുള്ള മാഗസീൻസ്, ഫ്രീ ആയിട്ടുള്ള ക്വിസസ് ഒക്കെ കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ എഡിറ്റോറിയലിന്റെ ആണെങ്കിൽ വീക്ക്ലി നമ്മുടെ വൊക്കാബ് ഡിക്ഷണറി നമ്മളിപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഒരു വീക്കിൽ വരുന്ന ഫുള്ള് വൊക്കാബുലറി എല്ലാം കൂടെ കൂട്ടിയത്, ഇപ്പോൾ ഫ്രേസസ് ആയിക്കോട്ടെ, വൺ വേർഡ്സ് ആയിക്കോട്ടെ, ഇഡിയംസ് ആയിക്കോട്ടെ, സിനോണിംസ്, ആന്റണിംസ് എല്ലാം കൂടെ കൂടി ചേർത്ത് നമ്മളൊരു PDF ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നുണ്ട്. അതൊക്കെ ഫ്രീ കണ്ടന്റ് ആണ്. ഇവിടെയുള്ള ഫ്രീ കണ്ടന്റ് ഒക്കെ ഉപയോഗിക്കുക. മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക, സബ്ജക്ട് വൈസ് ക്വിസസ് അറ്റൻഡ് ചെയ്യുക, ജോബ് അലേർട്സ്, നോട്ടിഫിക്കേഷൻ ഒന്നും മിസ് ഔട്ട് ആവാതിരിക്കുക. ഓക്കെ, ആപ്പ് സ്റ്റോറിലും അതുപോലെ പ്ലേ സ്റ്റോറിലും നമ്മുടെ ആപ്പ് അവൈലബിൾ ആണ്. ഡൗൺലോഡ് ചെയ്യാൻ മറക്കരുത്, സൈൻ ഇൻ ചെയ്യാൻ. ഇപ്പോൾ എക്സാം ഇനി പ്രിപ്പയർ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ് എക്സാംസിൽ കേരള എക്സാംസ് ക്ലിക്ക് ചെയ്യണം, എന്നാലേ നിങ്ങൾക്ക് മലയാളത്തിലുള്ള നമ്മുടെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ
NTPC Malayalam channel നിങ്ങൾക്ക് ഒരുപാട് ക്ലാസ്സുകളുണ്ട്. ഡെയിലി കറണ്ട് അഫയേഴ്സ് ഉണ്ട്, ഡെയിലി എഡിറ്റോറിയൽ ഉണ്ട്, ഡെയിലി ന്യൂസ് പേപ്പർ അനാലിസിസ് ഉണ്ട്, ലക്ഷ്മികാന്തിന്റെ പൊളിറ്റി ക്ലാസ് ഡെയിലി ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബുക്കിന്റെ കംപ്ലീറ്റ് ആ ക്ലാസ് പോകുന്നുണ്ട്. പിന്നെ ഒരുപാട് സബ്ജക്ട്സ് എക്സാം അനാലിസിസ് വീഡിയോസ് ഉണ്ട്, PYQ സെഷൻസ് ഉണ്ട്, സ്ട്രാറ്റജി വീഡിയോസ് ഉണ്ട്, നോട്ടിഫിക്കേഷൻസ് ഉണ്ട്. അതൊന്നും മിസ് ഔട്ട് ആക്കണ്ട. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ഫ്രേസൽ വെർബ്സ്, ഇഡിയംസ് ഒക്കെ, വൺ വേർഡ്സ് ഒക്കെ നോക്കാം. ഇന്ന് കുറച്ച് അധികം ഉണ്ട് കേട്ടോ. ഫ്രേസൽ വെർബ്സും ഇഡിയംസും ഒക്കെ ഇന്ന് കുറച്ച് അധികം ഉണ്ട്. പക്ഷെ നമ്മുടെ സിനോണിംസ് ആന്റണിംസ് ഒക്കെ നമുക്ക് ഇന്ന് വളരെ കുറച്ചേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്തായാലും തുടങ്ങാം അല്ലെ. ആദ്യത്തെ ടൈറ്റിലും ഇന്ന് ഇത് തന്നെയാണ്, പ്രാഗ്മാറ്റിസം. വേറെ ഒന്നും പ്രാഗ്മാറ്റിസം, പ്രോമിസ് ആൻഡ് പ്രാഗ്മാറ്റിസം എന്നാണ് ഇന്നത്തെ ടൈറ്റിലെ. എനിവേസ്, പ്രോമിസ് നമുക്കറിയാം അല്ലെ. പ്രാഗ്മാറ്റിസം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാക്ടിക്കൽ അപ്രോച്ച് ആണ്. ഒരു പ്രാക്ടിക്കൽ ആയിട്ട് ഒരു കാര്യത്തെ, അല്ലെങ്കിൽ വളരെ സെൻസിബിൾ ആയ ഒരു രീതിയിൽ ഒരു കാര്യം, ഒരു പ്രോബ്ലത്തെ നമ്മൾ സമീപിക്കുക, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനെ സമീപിക്കുന്നത് നമ്മൾ പറയുന്ന പേരാണ് പ്രാഗ്മാറ്റിസം. പ്രാക്ടിക്കൽ അപ്രോച്ച് ടു പ്രോബ്ലംസ് ഓർ അഫയേഴ്സ്, അതിന് നമ്മൾ വിളിക്കും പ്രാഗ്മാറ്റിസം എന്ന് വിളിക്കും കേട്ടോ. നമ്മൾ പറയില്ലേ, വളരെ പ്രാക്ടിക്കൽ ആയിട്ട് ഒരു കാര്യത്തിനെ, പ്രായോഗികമായ കാര്യം അല്ലെ, പ്രായോഗികതയോടെ ഒരു കാര്യത്തിനെ അപ്രോച്ച് ചെയ്യുന്നതിനെ നമുക്ക് വിളിക്കാം പ്രാഗ്മാറ്റിസം. ഓർക്കണം, പ്രാഗ്മാറ്റിക് എന്ന് പറഞ്ഞ്, പ്രാഗ്മാറ്റിക് ഒരു ആളെ പറയുന്നുണ്ട്. പ്രാഗ്മാറ്റിക്, ആർ യു പ്രാഗ്മാറ്റിക് എന്ന് ചോദിച്ചാൽ നീ ഒരു പ്രാക്ടിക്കൽ തിങ്കർ ആണോ, പ്രാക്ടിക്കൽ ആയിട്ട് ഒരു കാര്യത്തെ അപ്രോച്ച് ചെയ്യുന്ന ആളാണോ, പ്രാഗ്മാറ്റിക് എന്ന് പറഞ്ഞു. പ്രാഗ്മാറ്റിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ നൗൺ ഫോർമുലേഷനിൽ ഐഡിയോളജിക്ക് പറഞ്ഞു ഇസം വാക്കുകൾ അല്ലെ, ഫെമിനിസം, സോഷ്യലിസം, സെക്യുലറിസം, അതുപോലെ പ്രാഗ്മാറ്റിസം ഇസ് എ പ്രാക്ടിക്കൽ അപ്രോച്ച് എന്ന് പറയാം. ഓക്കെ, ഓർത്ത് വെച്ചോണം. അടുത്തത് കം അപ്പ് അഗൻസ്റ്റ്. കം അപ്പ് വിത്ത് സംതിങ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ്, ഡിവൈസ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുക. പക്ഷെ കം അപ്പ് അഗൻസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാര്യത്തിനെ ഡീൽ ചെയ്യുന്ന രീതിയാണ്. യു ഹാവ് ടു ഡീൽ വിത്ത് എ പ്രോബ്ലം. ഇഫ് യു കം അപ്പ് അഗൻസ്റ്റ് സംതിങ്, ഇഫ് യു സേ യു കം അപ്പ് അഗൻസ്റ്റ് സംതിങ്, യു കെയിം അപ്പ് അഗൻസ്റ്റ് സംതിങ് എന്ന് പറഞ്ഞാൽ യു ഹാവ് ഡെൽറ്റ് വിത്ത് സംതിങ്. ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രോബ്ലമോ, അല്ലെങ്കിൽ നമ്മുടെ എതിരാളി ഒപ്പോണന്റിനെ കാണും നിങ്ങൾ എന്താണ് ഡീൽ ചെയ്തു എന്നുള്ള മാനേജ് ചെയ്യേണ്ടി വന്നു, അല്ലെങ്കിൽ അവരുമായിട്ടൊന്നും കോർക്കേണ്ടി വന്നു, ഒപ്പോസ് ചെയ്യേണ്ടി വന്നു എന്നുള്ളത് പറയാനാണോ നമ്മൾ കം അപ്പ് അഗൻസ്റ്റ് വരാം. കം അപ്പ് വിത്ത് ഇസ് ഡിഫറെന്റ് ആൻഡ് കം അപ്പ് അഗൻസ്റ്റ് ഡിഫറെന്റ് ആണ്. കം അപ്പ് വിത്ത് സംതിങ് പ്രൊഡ്യൂസ് ചെയ്യുക ഓർ ഡിവൈസ് ചെയ്യുക എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷെ കം അപ്പ് അഗൻസ്റ്റിന്റെ മീനിങ് മാറി, ടു ഹാവ് ടു ഡീൽ വിത്ത് എ പ്രോബ്ലം, അല്ലെങ്കിൽ ഒരു എനിമി, ഒപ്പോണന്റ് എന്നൊക്കെ പറയും. അതിനാണ് കം അപ്പ് അഗൻസ്റ്റ് എന്ന് പറയാം. ഓർക്കണം കേട്ടോ. ഓക്കെ അല്ലേ? യെസ്, ഗുഡ് മോർണിംഗ് എവ്രി വൺ. സപ്ലൈക്കോ അറിയില്ലല്ലോ ഗുരുദാസ്, നമുക്ക് ഉടനെ പ്രതീക്ഷിക്കാം. എല്ലാ റിസൾട്ടുകളും ഇപ്പോൾ കറക്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, ഇപ്പൊ PSC ഒക്കെ ആണെങ്കിൽ. അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം ഉടനെ എന്ന് വിചാരിക്കാം. He shows pragmatic approach to every problem. Okay, that's a great sentence. All right, good morning Sonal. അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ. എന്നിട്ട് അടുത്ത് നോക്കാം, സ്റ്റാൻഡ് ഔട്ട് ചെയ്യുക. സ്റ്റാൻഡ് ഔട്ട് ചെയ്യുക ഫ്രേസൽ വെർബ് അല്ലെ. സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന പറയുമ്പോൾ എന്താ അർത്ഥം? രണ്ടർത്ഥം ഉണ്ട്. ഒന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുക, പ്രൊജക്ട് ചെയ്യുക അല്ലെ. സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു കാര്യം ഒതുക്കി അടുക്കി വെച്ച് കഴിയുമ്പോഴേക്കും ഒന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് വെക്കുന്ന പറഞ്ഞാൽ ഒന്ന് പ്രൊജക്ട് ചെയ്ത് വെക്കുവാണ് അല്ലെ. ഒരു കാര്യം ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് വെക്കുക, അതിന് ഉൾപ്പെടാതെ ഇങ്ങനെ മാറി നിൽക്കുക. ഇറ്റ്സ് എ ഡിഫറെന്റ് തിങ്. അതിന്റെ ഒന്നും ഉൾപ്പെടാതെ നിൽക്കുന്നതിന് പ്രൊജക്ട് ചെയ്യാന്നൊരു അർത്ഥം. ലിറ്ററലി സ്റ്റാൻഡ് ഔട്ടിന് പ്രൊജക്ട് ചെയ്യുക എന്നൊരു അർത്ഥമുണ്ട്. അല്ലാതെ വേറൊരു മീൻസ് ടു ബി ഡിസ്റ്റിങ്ക്ട് ഓർ ടു ബി ഡിഫറെന്റ് ഓർ നോട്ടിസിബിൾ. വളരെ നോട്ടിസിബിൾ ആയിട്ട് യു സ്റ്റാൻഡ് ഔട്ട് ഫ്രം ദാറ്റ് പേഴ്സൺ, ദാറ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ യു ആർ ഡിസ്റ്റിങ്ക്ട്, യു ആർ ഡിഫറെന്റ് ഫ്രം ദാറ്റ് ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിൽ നീ മാത്രം ഒന്ന് എന്താ പറയുക, വ്യത്യസ്തതയുണ്ട്. യു ഹാവ് എ ഡിസ്റ്റിങ് ക്വാളിറ്റി എന്നൊക്കെ പറയും നമ്മൾ. അതാണ് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുക. സ്റ്റാൻഡ് ഔട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഓർത്തോണം, അവിടെ ഒരു നോട്ടീസബിൾ ക്യാരക്ടറാണ്. മറ്റുള്ള ഗ്രൂപ്പിൽ നിന്ന് നമ്മളെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയി സ്റ്റാൻഡ് ഔട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ. സോ റിമെമ്പർ ദാറ്റ് കേട്ടോ. പ്രൊജക്ട് ചെയ്യാന്ന് ഒരു അർത്ഥമുണ്ട്, അല്ലാതെ ടു ബി ഡിസ്റ്റിങ്ക്ട് എന്നൊരു അർത്ഥവും നമ്മുടെ സ്റ്റാൻഡ് ഔട്ട് എന്ന ഫ്രേസൽ വേർബിന് ഉണ്ട്. അവിടെ നോക്കുകയും ഫോൾ ഫ്ലാറ്റ്. ഫോൾ ഫ്ലാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു ഫെയിൽ കംപ്ലീറ്റ്ലി ഇൻ സംതിങ്. എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഫെയിൽ, അധപതനം അല്ലെ എന്ന് പറയാം, വീണ് പോവാ പറയില്ലേ, നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വീണുപോയി. ഇൻ ദ സെൻസ് നമ്മൾ ആകെപ്പാടെ തോറ്റുപോയിടാ ഞാൻ എന്ന് പറയില്ലേ. ഐ ഫോൾ ഫ്ലാറ്റ് ഇൻ മൈ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇനി ഒന്നുമില്ല, ബിസിനസ് ഇനി ഒരു രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, അത്ര രീതിയിൽ ഫെയിൽ ആയിപ്പോയി എങ്കിൽ യു ക്യാൻ സേ ഐ ഹാവ് ഫോളൻ ഫ്ലാറ്റ് ഓർ ഐ ഫെൽ ഫ്ലാറ്റ് എന്ന് പറയാം. ദാറ്റ് ഈസ് ഫോൾ ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ ഫെയിൽ കംപ്ലീറ്റ്ലി എന്ന് നമുക്ക് പറയാം കേട്ടോ. അതാണ് ഫോൾ ഫ്ലാറ്റ് എന്ന് പറയാം. ഓർത്തോണം കേട്ടോ. ഇന്നത്തെ ഒരു ഇഡിയമാണ് ഫോൾ ഫ്ലാറ്റ്, ഫെയിൽ കംപ്ലീറ്റ്ലി എന്ന് നമുക്ക് പറയാം. ഓക്കെ അല്ലേ? Yeah. Let me read. You should come up against your adversary with pragmatism. That's great sentence. That's a great sentence. I like your pragmatic approach to this idea. Great. Shiny, good morning. You can open up. I will not judge you. That's a great sentence.
ഓപ്പൺ അപ്പ് ചെയ്യുക. ഓപ്പൺ അപ്പ് ചെയ്യാൻ രണ്ടർത്ഥം ഉണ്ടല്ലേ. ഒന്ന് ടു ബി മോർ കമ്മ്യൂണിക്കേറ്റീവ്. നീ എന്തെങ്കിലും പറഞ്ഞാലല്ലേ എനിക്ക് മനസ്സിലാവുള്ളൂ. യു ഹാവ് ടു ഓപ്പൺ അപ്പ് യുവർ സെൽഫ് എന്നൊക്കെ പറയല്ലേ. നമ്മളിപ്പം പല കുട്ടികളും പറയാറുണ്ട്, കോവിഡ് ഒക്കെ വന്ന സമയത്താണ് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങി കേട്ടോ. അതുവരെ ഇല്ലെന്നല്ല, ഉണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ കുട്ടികളിലൊക്കെ, നമ്മൾ കുട്ടികളിലും ഞാൻ വലിയവരിലും ഒക്കെ നമ്മൾ ഡിപ്രഷൻ ടെൻഡൻസി കാണാറുണ്ടായിരുന്നു. മെന്റലി ഭയങ്കരമായിട്ട് വീക്ക് ആയിട്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ബിക്കോസ് ഓഫ് മേ ബി ഫാമിലി ഇഷ്യൂസ്, പേഴ്സണൽ ഇഷ്യൂസ്, പ്രൊഫഷണൽ ഇഷ്യൂസ്, എന്തോ ആയിക്കോട്ടെ. അങ്ങനെ അപ്പം നമ്മൾ പറയാറുണ്ട്, ഓപ്പൺ അപ്പ് ചെയ്താൽ കുറച്ചുകൂടെ മാറും, ബെറ്റർ ആവും. യു ക്യാൻ ഓപ്പൺ അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? യു ക്യാൻ ബി മോർ കമ്മ്യൂണിക്കേറ്റീവ്. കുറച്ചുകൂടെ തുറന്ന് പറ. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ ഓപ്പൺ അപ്പ് അബൌട്ട് യുവർ ഡിഫിക്കൽട്ടീസ്. യു ക്യാൻ ബി ഓപ്പൺ യു ക്യാൻ ഓപ്പൺ അപ്പ് അബൌട്ട് യുവർ തിങ്സ്, പേഴ്സണൽ ഇഷ്യൂസ്, അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. സോ ഓപ്പൺ അപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ബി മോർ കമ്മ്യൂണിക്കേറ്റീവ് ഒരർത്ഥമാണ്. വേറെ അർത്ഥം എന്താ ഓപ്പൺ അപ്പ് ആണ്? ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഞാൻ പറയാറുണ്ടല്ലേ, ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺഡ് അപ്പ് എ ലോട്ട്. ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ അപ്പ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആക്സസിബിൾ ആയിട്ടുണ്ട്, അവൈലബിൾ ആയിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. അത് ഓപ്പൺ അപ്പിന്റെ അർത്ഥമുണ്ട് കേട്ടോ. ഓർത്തോണം, ഓപ്പൺ അപ്പിന്റെ രണ്ടർത്ഥം ഉണ്ടെന്ന്, ടു ബി മോർ കമ്മ്യൂണിക്കേറ്റീവ് അല്ലെങ്കിൽ ടു ബി ആക്സസിബിൾ അല്ലെങ്കിൽ അവൈലബിൾ എന്നൊക്കെ നമുക്ക് പറയാം. ഓപ്പൺ അപ്പ് ആയി എന്ന് പറഞ്ഞാൽ അവൈലബിൾ ആയി, ആക്സസിബിൾ ആയി എന്നൊക്കെയാണ് അർത്ഥം. ഓർത്തോണം, പലതവണ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സെയിം സാധനം നമ്മൾ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. ഓപ്പൺ അപ്പ് മീൻസ് ടു ബി മോർ കമ്മ്യൂണിക്കേറ്റീവ് അല്ലെങ്കിൽ ടു ബി ആക്സസിബിൾ അല്ലെങ്കിൽ അവൈലബിൾ എന്ന് പറയാം കേട്ടോ. ഓൾറൈറ്റ്, യെസ്. Her patience stands her out from that group. That's a great sentence. Her buoyancy makes her stand out from her team. That's a great sentence again. I fell flat completely in this relationship. അവിടെ completely വേണ്ട കേട്ടോ. അവിടെ completely ആവശ്യമില്ല. fell flat എന്ന് പറഞ്ഞാൽ feel completely എന്നാ. പിന്നെ അവിടെ completely ആവശ്യമില്ല പാർവതി. I fell flat in this relationship. ഈ റിലേഷൻഷിപ്പിൽ ഞാൻ completely fail ആയി എന്നാണ് അർത്ഥം അതിൽ കേട്ടോ. So you can say I fell flat in this relationship. completely ആവശ്യം അവിടെ ഇല്ല. Don't get upset. Only a pragmatic approach can stop this all. Stop this all അല്ല, stop all these. All these കേട്ടോ എന്ന് കൊടുക്കാം. Don't open up to strangers. Okay, that's great. സത്യം, നമ്മൾ പിള്ളേരോടൊക്കെ പറയൂലേ, ചെറു പിള്ളേരോട് പറയും don't talk to strangers. കാര്യം സ്ട്രേഞ്ചേഴ്സിനോട് സംസാരിക്കരുത്. You don't know what they intend to do അല്ലേ എന്ന് പറയാറുണ്ട് നമ്മൾ. So same way അതന്നെ നമുക്ക് പറയാം, don't open up to strangers. സ്ട്രേഞ്ചേഴ്സിനോട് എല്ലാം വിട്ടു തുറന്ന് പറയും. That's not a good thing അല്ലേ. That's great. Okay, let's see at the tall order. ടോൾ ഓർഡർ. ഇന്ന് ഇവിടെ ടോൾ ഓർഡർ എന്നല്ല കൊടുത്തത്, ടോൾ ആസ്ക് എന്നാണ്. ബട്ട് ടോൾ ആസ്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ഫ്രേസൽ മീൻ ഇഡിയം അല്ല. ബട്ട് ടോൾ ഓർഡർ എന്ന് പറഞ്ഞൊരു ഇഡിയം ആണ് കേട്ടോ. ടോൾ ഓർഡർ, ഇറ്റ്സ് എ ടോൾ ഓർഡർ എന്ന് പറഞ്ഞാൽ what you are asking me right now is a tall order. അയ്യോ, നീ ഇപ്പൊ എന്നോട് ചോദിക്കുന്നത് ഇറ്റ്സ് എ റിക്വസ്റ്റ് ദാറ്റ് ഇസ് ഡിഫിക്കൽട്ട് ടു ഫുൾഫിൽ. എന്റെ അമ്പിളിമാമനെ പിടിച്ചോണ്ട് തരാനൊന്നും പറയല്ലേ എന്നോട്. ഇറ്റ്സ് എ ടോൾ ഓർഡർ എന്ന് പറഞ്ഞാല് ഓർത്താൽ മതി, a request that is difficult to fulfill. എന്റെ പൊന്നടാവേ, നമ്മളെ കൊണ്ട് പറ്റണ കൂട്ടിയ കൂടുന്ന കാര്യമല്ലാണോ? അല്ല, ഇറ്റ്സ് എ റിക്വസ്റ്റ്, നടക്കില്ലാത്ത റിക്വസ്റ്റ് ആണ്, നടപ്പാക്കാൻ പറ്റാത്ത റിക്വസ്റ്റ് ആണ്. ദാറ്റ് ഇസ് ടോൾ ഓർഡർ. ഓർത്തണം, ഇടിയും ഇതാണ് ടോൾ ഓർഡർ. ബട്ട് ഇന്നത്തെ ആർട്ടിക്കിൾ നിങ്ങൾ കാണും ടോൾ ആസ്ക്. ഇറ്റ്സ് എ ടോൾ ആസ്ക് എന്ന് കാണും. സോ ടോൾ ആസ്ക് എന്ന് പറയുന്നത് അവര് ഒരു എന്താ പറയാ, കുറച്ചുകൂടി ഒരു സ്റ്റൈലാക്കാൻ വേണ്ടി ഉപയോഗിച്ചൊരു വാക്കാണ്. ബട്ട് ഇടിയം, നോർമൽ ഇടിയം, അതിന്റെ കറക്റ്റ് ഇടിയം ഇതാണ് ടോൾ ഓർഡർ എന്നുള്ളതാണ് കേട്ടോ. ഓർത്തോണം, റിക്വസ്റ്റ് ദാറ്റ് ഇസ് ഡിഫിക്കൽട്ട് ടു ഫുൾഫിൽ എന്നാണ് അതിന്റെ അർത്ഥം. അടുത്ത ട്രോവ്. ട്രോവ് എന്ന് പറഞ്ഞാൽ എന്നാണെന്നറിയോ? a large supply of something. എന്തൊരു കാര്യത്തിന്റെ ലാർജ് സപ്ലൈ, ഒരു കൂട്ടം. ടോൾ ഓഫ് ഡോക്യുമെന്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ ടോൾ ഓഫ് പേപ്പേഴ്സ്. പേപ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഓർത്തോണം, പേപ്പർ ഇസ് ആൻ അൺകൗണ്ടബിൾ നൗൺ. പേപ്പേഴ്സ് എന്ന് പറയുന്നത് പ്ലൂറൽ നൗൺ ആണ്. ഷോ മീ യുവർ പേപ്പേഴ്സ്. വണ്ടിയൊക്കെ നിർത്തിയിട്ട് പോലീസുകാർ ചോദിക്കില്ലേ, ഇറങ്ങടാ വണ്ടി ഇറങ്ങിക്കേ, വണ്ടിയുടെ പേപ്പർ ഒക്കെ എടുത്തേ. ദാറ്റ് ഇസ് പേപ്പേഴ്സ്. ഡോക്യുമെന്റ്സ് ആണ്. പേപ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഡോക്യുമെന്റ്സ് ആണ്. ഇന്ന് കാണും ട്രോവ് ഓഫ് പേപ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞതിലുണ്ട്, ആർട്ടിക്കിളുണ്ട്. അടുത്ത് ഹാൻഡ് ഓവർ ചെയ്യുക. വാട്ട് ഇസ് ഹാൻഡ് ഓവർ? പാസ് ദ റെസ്പോൺസിബിലിറ്റി ടു സംബഡി എൽസ് അല്ലേ. നമ്മൾ പറയാറുണ്ടല്ലോ, ഇൻവെസ്റ്റിഗേഷൻ ഇസ് ഹാൻഡഡ് ഓവർ ടു CBI. പോലീസുകാർ നോക്കി പറ്റിയില്ല, എന്നിട്ട് എന്ത് ചെയ്യും? ഇൻവെസ്റ്റിഗേഷൻ ഇസ് ഹാൻഡഡ് ഓവർ. ഓർത്തോണം, എപ്പോഴും ഫ്രേസൽ വേർബ് വരുമ്പോൾ നമ്മൾ ഏത് വേർബാണ് ബേസ് വേർബ് നോക്കാം. അതനുസരിച്ച് പാസ്റ്റ് ടെൻസും പ്രസന്റ് ടെൻസും അനുസരിച്ച് മാറാം കേട്ടോ. V5 V2 ഒക്കെ മാറുന്ന എവിടെയാ? വേർബില. അപ്പൊ ഹാൻഡ് ഓവേർഡ് അല്ല, ഹാൻഡഡ് ഓവർ വരും. ഹാൻഡ് ഓവർ പാസ്റ്റൻസ് ഹാൻഡഡ് ഓവർ കേട്ടോ. ഹാൻഡ്സ് ഓവർ, ഹാൻഡഡ് ഓവർ ഒക്കെ ഓർത്തോണം. ഹാൻഡിങ് ഓവർ ഒക്കെ V4ലോട്ട് വരുമ്പോൾ. സോ അതാണ് നമ്മുടെ യൂസേജുകളൊന്ന് ശ്രദ്ധിക്കാം. അടുത്തത് പൊളിറ്റീഷ്യൻസ് പ്രാഗ്മാറ്റിസം ആൻഡ് ബ്യൂറോക്രസി സ്റ്റാൻഡിങ് ഔട്ട് will help us to avoid or will help them to avoid എന്ന് പറയണം. ഹെൽപ്പിന്റെ കൂടെ ഒബ്ജക്റ്റീവ് ആണ് കേട്ടോ ഗുരുദാസെ. നിർബന്ധം. ഹെൽപ്പ് ഇസ് എ ട്രാൻസിറ്റീവ് വേർബ്. ഹെൽപ്പ് us to avoid or help them to avoid. അവോയ്ഡ്, പിന്നെയും ഹെൽപ്പ് us to avoid എന്ത് അവോയ്ഡ് ചെയ്യാൻ? ഫ്രം അല്ല, ഹെൽപ്പ് us to avoid
falling flat of society. കേട്ടോ help us to avoid from അല്ല avoid എന്ന് പറയുന്നത് എന്ത് അവോയ്ഡ് ചെയ്യാം വീണ്ടും avoid somebody from something അപ്പൊ avoid falling avoid us എന്നോ എന്താ വെച്ചാൽ കൊടുക്കാം അവിടെ ഒബ്ജക്റ്റ് കൊടുക്കണം കേട്ടോ falling flat of society. All right, you should open up about your past in order to make the rehab effective. That's great. All right, great. Then yeah, good morning. Yes, okay. You should open up your ideas with your team. That's great. History classes എവിടെ ഹിസ്റ്ററി ക്ലാസ് ഉണ്ടോ എന്നാണ് ചോദിച്ചത് പാർവതി ഉണ്ടല്ലോ ഹിസ്റ്ററി ക്ലാസ്സും എല്ലാ ക്ലാസ്സുകളും ഇവിടെ ഉണ്ട് കേട്ടോ അതിൽ പേടിക്കൊന്നും വേണ്ട എവ്രിബഡി ഇവിടെ എല്ലാ ടീച്ചേഴ്സും ഉണ്ട് എല്ലാ ക്ലാസ്സുകളും ഉണ്ട് ഓക്കെ മേക്കിംഗ് എ taciturn open up is a tall order. Yes, it is. നടക്കുന്ന കാര്യമല്ല എന്നുള്ള പറയുന്നത് യെസ് ഭയങ്കര റിസർവ്ഡ് ആയ ആൾക്കാർ നോട്ട് പോസിബിൾ റിയലി. Rishi Sunak could take the lead in UK through his pragmatic approach in the prevailing financial turmoil in this country. Great. I'm always opened up അല്ല I'm always opened up. ഞാൻ എപ്പോഴും opened up ആണ് എന്ന് പറയില്ലേ അപ്പം അത് പാസീവ് ആയിട്ടാണ് കൊടുത്തേക്കണം. അപ്പൊ ഒരു പ്രശ്നമുണ്ട് I always open up for his standing out. For this stand out ഒറ്റ വാക്ക് കൊടുക്കുക എങ്ങനെയാണെങ്കിൽ സ്റ്റാൻഡ് ഔട്ട് ഒറ്റ വാക്ക് കേട്ടോ ജിനു ഒറ്റ വാക്ക് and I am always അല്ല I always open up for this stand out എന്ന് കൊടുക്കുക I always open up for this stand out. I can fulfill her tall order so I felt flat. I can't fulfill her tall order so I fell flat. Great. All right. She always she always makes. She subject singular verb singular കൊടുക്കണ്ട അപ്പൊ makes കൊടുക്കുക subject she ആണ് verb makes ആണ് കേട്ടോ subject singular verb singular. She always makes tall orders കേട്ടോ. My friends warn me always not to open up to strangers. Open up strangers അല്ല open up to strangers കേട്ടോ ശ്രദ്ധിക്കണം. My 4 years of the course accumulated the trove of backlogs. All right. The principal was on his leave എന്ന് പറയില്ല on leave മതിയല്ലോ on his leave അയാളുടെ ലീവ് എന്ന് പറയില്ല on his leave വേണ്ട ഓക്കെ അയാളുടെ ലീവ് എന്ന് നമ്മൾ പറയും പക്ഷെ ഇവിടെ പുള്ളി ലീവിലായിരുന്നു എന്നല്ലേ അവിടെ ഹിസിന്റെ ആവശ്യമില്ല കോണ്ടെക്സ്റ്റുവലി കറക്റ്റ് അല്ല the principal was on leave എന്ന് മതി കേട്ടോ so the charge is handed over to maths teacher. Great. All right. Okay, അടുത്തത് you will reach similar situation like this so you should come up against that situation by yourself. That's great. Her friends handing over the position to her ended up in a trove of success to the company. Great. Srija, good morning. We should make extend opening up to others. We could make extend opening up to others. Extend എന്ന് പറഞ്ഞ ലിമിറ്റ് ഒരു പരിധി ഇതൊക്കെയല്ലേ അപ്പൊ അതും ഇതും തമ്മിൽ ഒരു ബന്ധമില്ലല്ലോടാ. We should make എന്ത് ഓപ്പൺ അപ്പാ not extend അല്ല we should make something open up ആണ് വരുന്നത്. പിന്നെ മാത്രമല്ല ഓപ്പണിംഗ് അപ്പ് എന്ന് പറയില്ല മേക്കിനൂടെ ഒരിക്കലും മേക്ക് ഒരു കോസറ്റീവ് വേർബ് അല്ലേ കോസറ്റീവ് വേർബിന്റെ കൂടെ നമ്മൾ ഓപ്പണിംഗ് അപ്പ് വരില്ല V1 വരുള്ളൂ. ഈ മേക്ക് എന്ന കോസറ്റീവ് വേർബിനോട് V1 വരുള്ളൂ. മേക്ക് ലെറ്റ് ബിഡ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് വിത്ത് ഹെൽപ്പ് ഒക്കെ അല്ലെ ഓർത്ത് വെച്ചോളാം. പ്ലസ് ടു മെയിൻസിന് വൊക്കാബുലറി പ്ലസ് ടു മെയിൻസിന് നോർമൽ ആയിട്ട് ഇത് വിഷ്ണു നമുക്ക് ഇതുപോലെ നമ്മുടെ ഡിഗ്രിക്ക് ഉള്ള പോലെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ചോദിക്കും നമ്മുടെ ഫ്രേസൽ വേർബ്സ് ചോദിക്കും ഇഡിയംസ് ചോദിക്കും സിനണിംസ് ആന്റണിംസ് ചോദിക്കും. അതുപോലെ റെഗുലർ ആയിട്ട് ഡെയിലി പഠിച്ചു പോകണം വിഷ്ണു ഇല്ലെങ്കിൽ പണിവാളുവേ അതുകൊണ്ടാണ്. പിന്നെ ലീഗൽ ഫ്രേസുകളല്ലേ ലീഗൽ ആൻഡ് ഫോറിൻ ഫ്രേസുകൾ ചോദിക്കും അതും ചോദിക്കും കേട്ടോ. ഇതൊക്കെ സ്ഥിരമായിട്ടും ചോദിക്കാറുള്ള ടോപ്പിക് പാറ്റേണുകളാണ്. പിന്നെ ഓഫ് കോഴ്സ് നൗണിൽ നിന്നൊക്കെ ജെൻഡർ അതൊക്കെ കളക്ട് നൗണ് അതുപോലെ ജെൻഡർ നൗണിന്റെ ജെൻഡർ അതൊക്കെ വരുന്നുണ്ട്. ഓക്കെ അതൊക്കെ സ്ഥിരമായിട്ടുള്ള ടോപ്പിക്കാണ് മാറ്റമില്ലാതെ ഇപ്പോഴും ഉണ്ട്. The culprits were handed over to the judicial custody since he opened up the whole incident. Great. You should be pragmatic in your life. Of course you should be. After the standard falls flat, my partner handed over what to you? Handed over to me. എന്തോ ഹാൻഡ് ഓവർ ചെയ്തു എന്ന് പറയണം കേട്ടോ അത് വേണം. എന്ത് ഹാൻഡ് ഓവർ ചെയ്തു എന്നും കൊടുക്കും. ഹാൻഡ് ഓവർ എപ്പോഴും ഉറപ്പ് യു ഹാൻഡ് സംതിങ് ഓവർ ടു സംബഡി എന്തോ ഒരു കാര്യം നിങ്ങൾ കൊടുത്തു എന്നാ പറയാ അത് ശ്രദ്ധിച്ചോണം. അടുത്ത കോൾ ഫോർ വളരെ കോമൺ ആയിട്ട് നമ്മുടെ എഡിറ്ററിന്റെ സ്ഥിരം അല്ലെ ഇഷ്ട ഫ്രേസൽ വേർബ് എന്ന് നമുക്ക് പറയാം. കോൾ ഫോർ എന്ന് പറഞ്ഞാൽ റിക്വയർ അല്ലെ മേക്ക് സംതിങ് നെസസറി അല്ലെ റിക്വയർ ചെയ്യുക ആവശ്യപ്പെടുക ഓർ ഡിമാൻഡ് ചെയ്യാം.
അല്ലെ? It calls for a celebration എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ. Demand is fulfilled by trove of goods. All right, that's great. This case while is entirely stand out from others. ഇല്ല, she has a this case while is entirely standing out. ഈസ് കൊടുത്തില്ലേ, ഈസ് കൊടുത്ത പിന്നെ സ്റ്റാൻഡ് ഔട്ട് പറ്റില്ല, ഈ സ്റ്റാൻഡിങ് ഔട്ട് കൊടുക്കാം. B plus V4 ing ഫോം. ബിയുടെ കൂടെ ഒരിക്കലും V1 നമ്മൾ കൊടുക്കില്ല കേട്ടോ. B1 ഒരു ബിയുടെ കൂടെ ഒരിക്കലും V1 കൊടുക്കില്ല, വെർബിന്റെ ഫസ്റ്റ് ഫോം കൊടുക്കില്ല. ബിയുടെ കൂടെ നമുക്ക് ing ഫോം V4 കൊടുക്കാം, കണ്ടിന്യൂസ് ടെൻസ് കൊടുക്കാൻ വേണ്ടി കേട്ടോ, ഓർത്തോണേ. സോ ദിസ് കേസ് ഇസ് എൻറ്റയർലി സ്റ്റാൻഡിങ് ഔട്ട് ഫ്രം അതേഴ്സ് എന്ന് കൊടുക്കണം. ഓക്കെ, ആരതി ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഫ്രേസൽ വെർബ്സ്, വൺ വേർഡ്സ്, ഇഡിയംസ് മറക്കേണ്ട ഒരുപാടുണ്ട് നമുക്ക് ഇന്ന്. ഓക്കെ, അപ്പൊ മനസ്സിലായെങ്കിൽ എല്ലാവരും ഒരു തംസപ്പ് ഇട്ടേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ പറഞ്ഞു തരണോ? എന്താണ് പിള്ളേർ ഇത്ര പേര് 40+ ലൈവ് വ്യൂവേഴ്സ് ഉണ്ടായിട്ട് ലൈക്ക് ഒന്നും ഇല്ലല്ലോ, പകുതി ഇല്ല, പകുതിയിൽ ഒരു പകുതി ഇല്ലെന്ന് പറയുന്ന പോലെ. സോ ദാറ്റ്സ് സോ ബാഡ്. ഓക്കെ, നമുക്കപ്പോ ഫ്രേസൽ വെർബ്സ്, വൺ വേർഡ്സ് ഒക്കെ ഓർത്തിരിക്കാം. പ്രാഗ്മാറ്റിസം, come up against, stand out, fall flat, open up, tall order, trove, hand over, call for. അതിൽ tall order ഓർത്തിരിക്കുക, fall flat ഓർത്തിരിക്കുക, അതൊക്കെ പുതിയതാണ്, ഓർത്തിച്ചു വേണം. ആൻഡ് ട്രോവ് വൺ വേർഡ് ഓർത്തിരിക്കുക. ബാക്കി എല്ലാം നമുക്ക് ഏറെക്കുറെ അറിയാവുന്ന ഒരു കാര്യം. come up against, I hope you have heard about it. ഇല്ലെങ്കിൽ come up against ഓർക്കുക, നമ്മൾ വായിക്കുന്ന അത്ര കാര്യങ്ങൾ ഒന്ന് എക്സ്ട്രാ ഫോക്കസ് കൊടുക്കുക. ബാക്കിയെല്ലാം സ്ഥിരമായിട്ട് വരാറുള്ള ടൈപ്പ് തന്നെയാണ്, അല്ലെ? നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതുമാണ്. ഓക്കെ അല്ലെ? ദ കൾപ്രിറ്റ് വാസ് ഹാൻഡഡ് ഓവർ ടു പോലീസ് ബൈ ദ ക്രൗഡ്. ക്രൗഡിന്റെ സ്പെല്ലിംഗ് നന്ദിഷ CROW. എനിക്ക് തോന്നുന്നു അറിയാതെ ടൈപ്പ് വന്നു തോന്നുന്നു, അല്ലെ? പ്രൊഡ്യൂസർ കോൾ ഫോർ ട്രോപ്പ് മെഷീനറി. റൈറ്റ്. The pragmatic approach of Ria Sebastian stunned Printu ma'am in the wake of migrating to another country. എടാ ഷമ്മാസേ ക്രിയ വെച്ചിട്ടുണ്ട്. But that's it's questionable. Okay, moving to നമ്മുടെ എവിടേക്ക് പോകാം, നമ്മുടെ synonyms, antonyms-ലോട്ടൊക്കെ പോകാം. Anyways, നമ്മുടെ SSCയുടെ MTS ഹവൽദാർ പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്. There are lots of opportunities opened up this year and last year for എവിടെ SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പോസ്റ്റിൽ. അപ്പോൾ റിമെമ്പർ, അതൊന്നും ശ്രദ്ധിച്ചോളാം. നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. SSC MTSന്റെ ഓപ്പണിംഗ് ഓപ്പർച്യൂണിറ്റി ഓപ്പൺ അപ്പ്. ഈ 10ാം ക്ലാസ് യോഗ്യത മതി നിങ്ങൾക്ക്. ഒറ്റ എക്സാമേ ഉള്ളൂ. സംഭവം സിമ്പിൾ ആണ്, വലിയ പരിപാടിയൊന്നുമില്ല. നിങ്ങൾക്ക് സാധാരണ ഉള്ള പോലെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെ റീസണിങ്, അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് പാർട്ടിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ആൻഡ് ജനറൽ അവയർനെസ് വരുന്നത്. അതിലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത്തവണ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ക്വാളിഫൈ ചെയ്താൽ മതി. നിങ്ങളൊരു ക്വാളിഫൈങ് മാർക്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഫസ്റ്റ് പാർട്ട് ക്വാളിഫൈ ചെയ്താൽ നിങ്ങൾക്ക് അടുത്ത എക്സാമിന്റെ അവർ ചെക്ക് ചെയ്തെടുത്തുള്ളൂ. ബട്ട് സംഭവം നേരത്തെ അതേ സിലബസ് തന്നെയാണ്. ഒറ്റ എക്സാമിൽ ഡിസ്ക്രിപ്റ്റീവ് ഒന്നുമില്ല. ഇതുപോലത്തെ ഒരു ഈസി ആയിട്ടുള്ള ടാസ്ക് ഇനി കിട്ടില്ല നിങ്ങൾക്ക് കേട്ടോ. അതൊന്ന് ഓർത്തോളാം. മാത്രമല്ല ഇത്തവണ 12,000 കടന്നു പോയിട്ടുണ്ട്. 12,600+ ഇതോടെ കൂടിയിട്ടുണ്ട്. വേക്കൻസി പിന്നെയും കൂടിയിട്ടുണ്ട്, ഇനിയും കൂടും. കാര്യം തുടർന്നപ്പോൾ 11,000 സംതിങ് ഉണ്ടായിരുന്നുള്ളൂ, അത് കൂടി 11,000 കൂടിയിട്ടുണ്ട്. ഇപ്പം 12,000+ കൂടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഓർത്തുള്ള ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ അത് തട്ടിക്കളയരുത്. ഓൾറെഡി നിങ്ങൾ അപ്ലൈ ചെയ്ത കുട്ടികളൊക്കെ ആണെങ്കിൽ ഏജ് ലിമിറ്റ് നോക്കണം. യു ഹാവ് ഏജ് ലിമിറ്റ് ഉണ്ട് നമുക്ക് അവിടെ. 18 to 25 ആണ് ഏജ് ലിമിറ്റ്. അതല്ലാതെ നിങ്ങൾ അപ്ലൈ ചെയ്ത് ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് ഇതും ട്രൈ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. 2,200 രൂപയ്ക്ക് 240 രൂപയ്ക്ക് നമ്മുടെ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ ആരെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വന്ന് ജോയിൻ ചെയ്യുക കേട്ടോ. ഓൾറെഡി CGL CHSL ഒക്കെ എടുത്ത് കുട്ടികൾ MTS നോക്കണ്ട. കാര്യം MTS അതിലും സിമ്പിളാണ്, അതിലും സിമ്പിൾ ക്വസ്റ്റൻസ് ആണ്. നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ എഴുതി നിങ്ങളുടെ സ്പീഡ് ആൻഡ് ടൈം മാനേജ്മെന്റ് സെറ്റ് ആക്കി എടുത്താൽ മതി കേട്ടോ. അതല്ലാതെ കോൺസെപ്റ്റ് ഒക്കെ യു ആർ ക്ലിയർ വിത്ത്. അതുകൊണ്ട് ഓൾറെഡി പഠിച്ച FCI പഠിക്കുന്ന പഠിച്ച കുട്ടികളുണ്ടാവും, GD പഠിച്ച കുട്ടികളുണ്ടാവും, GDക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ, അതൊക്കെ ഉണ്ടല്ലോ CHSL പഠിക്കുന്നത്. അവരെ ഓൾറെഡി പഠിച്ച കോൺസെപ്റ്റ് ഇനി നിങ്ങളൊന്ന് മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്ത് സെറ്റാക്കി എടുത്താൽ മതി. അതുപോലെ IBയുടെ നോട്ടിഫിക്കേഷൻ ഒഫീഷ്യലായിട്ട് വന്നില്ല, അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. 28-ാം തീയതി ഓപ്പൺ അപ്പ് ആകുള്ളൂ കേട്ടോ. 28-ാം തീയതി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ 17-ാം തീയതി വരെ ഉണ്ട്. 20 ദിവസം നിങ്ങൾക്ക് ഉള്ളൂ. അപ്പൊ അപ്പോഴേക്കും ഡോക്യുമെന്റ്സ് ഒക്കെ വെച്ചിട്ട് നിൽക്കാം, പെട്ടെന്ന് അപ്ലൈ ചെയ്തോണം. അത് കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ സെക്യൂരിറ്റി അസിസ്റ്റന്റ് പോസ്റ്റും അതുപോലെ MTS പോസ്റ്റുകളാണ് വിളിച്ചിട്ടുള്ളത്. കേരളത്തിൽ തന്നെ 500 സംതിങ് പോസ്റ്റുകളോളം വിളിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്താണ് പോസ്റ്റിംഗ് വരിക. അപ്പം അത് ഓർത്തോളൂ, വേക്കൻസി ഉണ്ട്, ആ കാര്യം ഓർക്കുക. അപ്പോൾ അപ്ലൈ ചെയ്യാനുള്ളവർ അപ്ലൈ ചെയ്ത് നമ്മൾ February 2 ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാം. SSC MTSന്റെ ക്ലാസ്സുകൾ January 30-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും. LIC AOയുടെ ക്ലാസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ AO പോസ്റ്റിലോട്ട് വേണ്ടിയിട്ടുള്ള ഒരു ക്രാഷ് ബാച്ച് ആണ്. അതിന്റെ എക്സാം നമുക്ക് February 14-ാം തീയതിയാണ്. ഉടനെ എക്സാം ഉണ്ട്. അപ്പോൾ നമുക്ക് ചടപടയെന്ന് വേണം. നമ്മുടെ ഒരു SBI ക്ലർക്ക് ലെവൽ എക്സാം ആണ്, അറിയാം. നമുക്ക് LIC നേരത്തെ നമ്മൾ ഒരു LICയുടെ ഒരു
അസിസ്റ്റന്റ് പോസ്റ്റിലോട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് ഒരുപാട് കുട്ടികൾ എക്സാം ഒക്കെ എഴുതിയതാണ്. അപ്പോൾ ഇത് AO പോസ്റ്റ് ആണ്. 24-ാം തീയതി, അതായത് ഇന്ന് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. 2240 രൂപയ്ക്കാണ് നിങ്ങൾക്ക് കോഴ്സുകൾ ഉണ്ടാവും കേട്ടോ. അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഡിസ്കൗണ്ടോട് കൂടി ആണ് എമൗണ്ട് കിട്ടുക. Y314 എന്ന ഡിസ്കൗണ്ട് കോഡ് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാം. ഇനി കോഴ്സ് ഒന്നും വേണ്ട, നിങ്ങൾക്ക് ബുക്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ട്, അതായത് ഏത് ബുക്സും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യും. ഇന്ന് 25% ഡിസ്കൗണ്ട് ഉണ്ട്. നിങ്ങളറിയാലോ, ഈ നമ്മുടെ കോഡ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു S ഇട്ട് കൊടുത്താൽ മതി. അതിന് ശേഷം ഒരു S ഇട്ട് കൊടുത്താൽ മതി. Y314 S ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടോട് കൂടി ബുക്സ് ഒക്കെ ഇപ്പൊ അവൈലബിൾ, ബുക്സും മോക്ക് ടെസ്റ്റുകളുടെ ബുക്സും ഒക്കെ, ബുക്സ് ആൻഡ് ബുക്സ് ഒക്കെ ഇപ്പൊ നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടോട് കൂടി കിട്ടും കേട്ടോ. ഇന്നൊരു ദിവസം മാത്രമേ ഉള്ളൂ, അത് ഓർത്ത് വെച്ചോളാം. ആൻഡ് മൂവിങ് ഓൺ, നമ്മുടെ വേർഡ്സിലോട്ട്, വൊക്കാബുലറിലോട്ട് പോകാം കേട്ടോ. നിങ്ങൾ കേട്ട് പരിചയമുള്ളതായിരിക്കും റാറ്റിൽ എന്നൊരു വാക്ക്. നമ്മൾ ഈ കുട്ടികളെയൊക്കെ, ചെറു കുഞ്ഞു പിള്ളേരെയൊക്കെ നമ്മൾ ശ്രദ്ധ ഇവിടെ കിട്ടാൻ വേണ്ടിയിട്ട് റാറ്റിൽസ് ഉപയോഗിക്കാറുണ്ട്. റാറ്റിൽ മീൻസ് ഇവിടെ എന്താ പറയുക, കിലുക്കി, ദാറ്റ് ഇസ് കിലുക്കിയില്ലേ റാറ്റിൽ. അപ്പൊ റാറ്റിൽ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ആ ഒച്ചയില്ലേ, അതിനെയാണ് നമ്മൾ റാറ്റിൽ എന്ന് പറയാം. ക്ലാറ്റർ അല്ലെങ്കിൽ ക്ലാങ്ക്, അതിനെയാണ്. അപ്പൊ ആ ഒച്ചപ്പാട് ഉണ്ടാക്കുന്നതിനെയും റാറ്റിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഡാങ് ചെയ്യുക, ജിങ്കിൾ ചെയ്യുക, ക്ലാറ്റർ ചെയ്യുക, ക്ലാങ്ക് ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ അത് ആ ഒച്ചപ്പാട് ഉണ്ടാക്കണ എന്നതിനാ യു മേക്ക് സംബഡി അപ്സെറ്റ് കേട്ടോ. ലിറ്ററലി അതിനെ നമുക്ക് പറയാം യു റാറ്റിൽ സംബഡി എന്ന് പറഞ്ഞാൽ യു ഡിസ്റ്റർബ് സംബഡി, യു ഇറിറ്റേറ്റഡ് സംബഡി, യു അപ്സെറ്റ് സംബഡി എന്ന് പറയും. സോ റാറ്റിൽ എന്ന് പറയുന്നതിന് വേർബ് ആയിട്ടും നൗൺ ആയിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് കേട്ടോ റാറ്റിൽ എന്ന വാക്ക്. അടുത്ത വാക്ക് ഇസ് റെലിംഗ്വിഷ് ചെയ്യുക. എന്താണ് റിലിംഗ്വിഷ് ചെയ്യുക? റിലിംഗ്വിഷ് എന്ന് പറഞ്ഞാൽ റിനൗൺസ് ചെയ്യാണ്, ഓർ ഗിവ് അപ്പ് ചെയ്യാണ്, റിസൈൻ ചെയ്യാണ്, സറണ്ടർ ചെയ്യാണ്. നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്നത് ജസിന്ത ആർഡനെ പറ്റിയാണ്. പുള്ളിക്കാരുടെ എന്താണ് പൊസിഷൻ ആസ് എ പ്രൈം മിനിസ്റ്റർ റിലിംഗ്വിഷ് ചെയ്തു അല്ലെങ്കിൽ റിസൈൻ ചെയ്തു. നമുക്കറിയാം ഏറ്റവും ഡെവലപ്ഡ് കൺട്രീസിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള, ഹൈലി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡെവലപ്ഡ് കൺട്രിയാണ് ന്യൂസിലൻഡ്. അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ആണ് നമ്മുടെ ജസിന്ത ആയിരുന്നു. പ്രസിഡന്റ് ജസിന്ത ആർഡൻ. പുള്ളിക്കാരുടെ പൊസിഷൻ റിലിംഗ്വിഷ് ചെയ്തു. റിലിംഗ്വിഷ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഗിവ് അപ്പ് ചെയ്തു, അതിൽ സറണ്ടർ ചെയ്തു, വേണ്ട വെച്ചു അല്ലെ, റിനൗൺസ് ചെയ്തു കളഞ്ഞു, റിസൈൻ ചെയ്തു. അതാണ് റിലിംഗ്വിഷ് കേട്ടോ, ഓർത്തോണ്ട് റിലിംഗ്വിഷ്. അടുത്തത് ഇൻടാക്ട്. സംതിങ് ഇസ് ഇൻടാക്ട്. അഡ്ജക്റ്റീവ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഇൻടാക്ട്. ഇൻടാക്ട് എന്ന സൗണ്ട് ആണ്, സംഭവമൊക്കെ സെറ്റ് ആണ് പറയില്ല നമ്മൾ, അതിനാണ് ഇൻടാക്ട് ആണെന്ന് നമ്മൾ പറയാം. ഇൻടാക്ട്, സൗണ്ട് എന്നൊക്കെ പറയാം, അഡ്ജക്റ്റീവ് ആണ്. ഹോൾ, എൻറ്റയർ, കംപ്ലീറ്റ്, അൺബ്രോക്കൺ, അൺഡാമേജ്ഡ് അല്ലെങ്കിൽ സൗണ്ട് ആണ്, ഒരു പ്രശ്നമില്ല, സംഭവമൊക്കെ സെറ്റ് ആട്ടോ, ഒരു പ്രശ്നമില്ല, എങ്കിൽ നമുക്ക് പറയാം എവറിഥിങ് ഈസ് ഇൻടാക്ട്, ദാറ്റ് ഈസ് ഇൻടാക്ട്. പഠിച്ചിട്ടുണ്ട് നമ്മൾ. ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു വാക്കല്ല നമ്മുടെ ഇൻടാക്ട് എന്ന വാക്ക്, ഓർത്തോണേ. ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ് നന്ദീഷ അല്ലെ, എനിക്ക് തോന്നിയായിരുന്നു. ആരതി ബിലീവ് ദാറ്റ് ഷീ വിൽ സ്റ്റാൻഡ് ഔട്ട് ഓഫ് ഇറ്റ് ഇഫ് ഷീ കംസ് ലേറ്റ്. അത് കൊള്ളാം. ആരതി വാവ്, ഉറക്കത്തിന് എണീറ്റ് ഇപ്പഴ, ഞാൻ എന്ത് ചെയ്യാനല്ലേ. അയ്യോ, അതിനെ കയറി ഇവന് ഇവിടെ സെന്റൻസ് ഉണ്ടാക്കിയത്, എന്താ ചെയ്യാം. ഐ ഫോൾ ഫ്ലാറ്റ്ഡ്. അനുപേ, അവിടെ ഫോൾ ഫ്ലാറ്റിൽ ഫോൾ അല്ലേടാ വെർബ്, അപ്പൊ നീ പാസ്റ്റ് ടെൻസ് കൊടുക്കും, വെർബിന് പാസ്റ്റ് ടെൻസ് കൊടുക്കണം. ഐ ഫെൽ ഫ്ലാറ്റ് എന്ന് കൊടുക്കും കേട്ടോ. നമ്മള് ഫോൾ ഫ്ലാറ്റ് എന്ന് പറയുന്നില്ല, ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു ഫ്രേസൽ വെർബ്സോ ഇഡിയംസിലോട്ടോ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അറിയോ, നമ്മുടെ മുമ്പിലുള്ള ഫ്രേസൽ വെർബ് അല്ലെങ്കിൽ ഇഡിയത്തില് മെയിൻ വെർബ് ഏതാ നോക്കാം. കം അപ്പ് അഗൈൻസ്റ്റിൽ കം അല്ലേ, അതുപോലെ സ്റ്റാൻഡ് ഔട്ടിൽ സ്റ്റാൻഡ് ആണ്. അപ്പൊ ഫോൾ ഫ്ലാറ്റിൽ ഏതാണ്? ഫോൾ ആണ്. ആ മെയിൻ വേർഡ് നോക്കാം, മെയിൻ ബേസ് വെർബ് നോക്കാം. ഓപ്പൺ അപ്പിൽ ഓപ്പൺ ആണ് അല്ലെ. ടോൾ ഓർഡറിൽ ഇറ്റ്സ് എ വേർഡ്, ഇറ്റ്സ് എ നൗൺ എക്സ്പ്രഷൻ ആണ്. അപ്പൊ അതില്ല. ഹാൻഡ് ഓവറിൽ എന്താണ്? ഹാൻഡ് ആണ് അല്ലെ. കോൾ ഫോറിൽ കോൾ ആണ്. സോ അത് ഓർത്തോണം എപ്പോഴും. അപ്പൊ ഫോൾ ഫ്ലാറ്റ് ആണെങ്കിൽ ഫോളൻ ഫ്ലാറ്റ് പറയാം, ഫെൽ ഫ്ലാറ്റ് പറയാം. സോ അങ്ങനെയാണ് പോവാം, ഓർത്തോണം കേട്ടോ. ഓക്കെ അല്ലേ? യെസ് മിസ്റ്റർ ഷമാസെ, അയ്യോ അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, ആ വിളിയിലുണ്ടെല്ലാം. Okay, Lakshmi, good morning. Business startups allegedly fall flat in Kerala. Yeah, of course. Plato said that if you don't be pragmatic, you will be ruled by a non-qualified person than you. Kollam. Adukolla Harshade kollam. Are you rattle now? Are you rattle? Are you clatter? Avade udeshikkunna clatter sense. Are you upset? Adano udeshikkunne. Are you upset? അപ്സെറ്റ് ആയോ? അപ്സെറ്റ് ചോദിക്കാം, അത് കുഴപ്പമില്ല. കാരണം അപ്സെറ്റ് അഡ്ജക്റ്റീവ് ഉണ്ട്, അപ്സെറ്റ് വെർബും ആണ്. കാര്യം അപ്സെറ്റിന്റെ V2, V3, V4 ഒക്കെ അപ്സെറ്റ് തന്നെ, V1, V2, V3 അപ്സെറ്റ് തന്നെ. അതുകൊണ്ട് അപ്സെറ്റ് ചോദിക്കാം, ആർ യു അപ്സെറ്റ് ആവും. പക്ഷെ നമുക്കുണ്ടല്ലോ അനുഭവം, നമുക്ക് ആർ യു റാറ്റിൽ നൗ ചോദിക്കില്ല, ആർ യു റാറ്റിൽഡ് നൗ, ആർ യു റാറ്റിൽഡ്, നീ ഇപ്പൊ ഡിസ്റ്റർബ്ഡ് ആണോ എന്നാണെങ്കിൽ V3, അതിനെങ്ങനെ V3 അഡ്ജക്റ്റീവ് ആയിട്ട് കൊടുക്കും, ആർ യു റാറ്റിൽഡ് എന്ന് കൊടുക്കും. അപ്സെറ്റിന് V2, V3 ഒക്കെ ഒന്നായതുകൊണ്ടാണ് ആർ യു അപ്സെറ്റ് നമ്മൾ ചോദിക്കാം. റാറ്റിൽ അങ്ങനെയല്ലേ, റാറ്റിൽ ചോദിക്കുമ്പോൾ യു ഹാവ് ടു യൂസ് V3. Are you rattled now? എന്ന് കൊടുക്കണം കേട്ടോ, അപ്പോൾ അത് കറക്റ്റ്.
The batting of Kohli and Shubham Gill rattles the Sri Lankan bowlers. Great. Don't relinquish until you win. Yes, don't give up. So she decided to relinquish her luxurious life as it rattled her mind. Okay. I think she didn't tell the intact story, complete story. Okay. She relinquished the job in the private company because she got selection into the army. Great. The rattling sound of the wheel cap disgruntled the driver. Okay. She relinquished her present job as she got a high profile job. Okay. Gandhiji relinquished the title Kaisar-e-Hind conferred to him by the British. All right. Okay, setback. It was a setback. It was a major setback in my life. എൻ്റെ ലൈഫിൽ വല്ലാത്തൊരു സെറ്റ്ബാക്ക് ആയിരുന്നു. അതൊരു തിരിച്ചടി എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ അല്ലേ, തിരിച്ചടി. ഇറ്റ്സ് എ പ്രോബ്ലം അല്ലേ, ഇറ്റ്സ് എ ഡിഫിക്കൽട്ടി, ഇഷ്യൂ, ഹിച്ച്, കോംപ്ലിക്കേഷൻ, അപ്സെറ്റ്. അപ്സെറ്റ് ഉണ്ടോ? നൗൺ ആയിട്ട് ഉപയോഗിക്കാം, വെർബായിട്ട് ഉപയോഗിക്കാം. നമുക്ക് ഈ അപ്സെറ്റ് എന്ന് പറയുന്ന കാര്യത്തിൽ ഇറ്റ്സ് ലൈക്ക് എല്ലാ രീതിയിലും ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം. അപ്സെറ്റ് എന്ന് പറഞ്ഞത് നമുക്ക് വെർബായിട്ട് ഉപയോഗിച്ചാൽ V1, V2, V3 ഒക്കെ അപ്സെറ്റ് തന്നെയാണ്. നൗണായിട്ട് ഉപയോഗിച്ചാലും അത് കറക്റ്റ് ആണ്. അപ്പോൾ ഓർത്തോണം, അതിന്റെ യൂസേജ് പല രീതിയിൽ മാറും. അതാണ് ഞാനിപ്പോ പറഞ്ഞ ഓർമ്മപ്പെടുത്തുന്നത്. സോ സെറ്റ് ബാക്ക് എന്ന് പറഞ്ഞാൽ പ്രോബ്ലം, ഡിഫിക്കൽട്ടി, കോംപ്ലിക്കേഷൻ, ഹിച്ച് ഒക്കെ വരും. ഓക്കെ. അടുത്ത കംപ്ലൈ ചെയ്യുക. കംപ്ലൈ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കംപ്ലൈ വിത്ത് സംതിങ്, അബൈഡ് ബൈ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഒരു കാര്യത്തെ പാലിക്കുക എന്ന് പറയും. അതാണ് കംപ്ലൈ ചെയ്യുക എന്ന് പറയാം. സോ കംപ്ലൈയുടെ കൂടെയുള്ള ഫിക്സഡ് പ്രൊപ്പോസിഷൻ ആണ് with, comply with something, comply with എന്നുള്ളത്, with something or somebody എന്ന് പറയും. ഫിക്സഡ് പ്രൊപ്പോസിഷൻ ആണ്, ഓർത്തോണം. അബൈഡിന്റെ കൂടെ ആണെങ്കിൽ അബൈഡ് ബൈ പറയും കേട്ടോ. അബൈഡ് ബൈ. ഒബൈക്ക് ഇല്ല, ഒബൈ ഇസ് എ ട്രാൻസിറ്റീവ്. ഒബൈ ഫോളോയിങ് ട്രാൻസിറ്റീവ് വേർബ്സ് ആണ്. അപ്പോൾ ഒബൈ ചെയ്യുക, ഫോളോ ചെയ്യുക, ഓർ അതിന്റെ മീനിങ് എന്താണ്? ആക്ട് ഇൻ അക്കോർഡൻസ്. അതുപോലെ തന്നെ ഒരു കാര്യത്തോട് യോജിച്ച് ആക്ട് ചെയ്തു പോവാം. അക്കോർഡിംഗ് ടു അത് നമ്മൾ ആക്ട് ചെയ്യുക. അത് എന്താ പറയുക, നമ്മുടെ പറയാം അവസരം അനുസരിച്ച് അല്ലെങ്കിൽ കാര്യങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാൻ പറയില്ലേ, അതാണ്. സിറ്റുവേഷൻ അനുസരിച്ച് പ്രവർത്തിക്കാൻ പറയില്ല. ആക്ട് ഇൻ അക്കോർഡൻസ് വിത്ത് സംതിങ് ഓർ വിത്ത് സംബഡി, അതിനാണ് കംപ്ലൈ ചെയ്യുക എന്ന് പറയാം. സോ കംപ്ലൈക്ക് നൗൺ ഉണ്ട് കേട്ടോ. കംപ്ലൈന്റെ യൂസേജ് ഓഫ് നൗൺ ഉണ്ട്, കംപ്ലയൻസ് ആണ്. കംപ്ലയൻസ് ഓർത്തോ, ദാറ്റ് ഇസ് നൗൺ. കംപ്ലയൻസ് നൗൺ, കംപ്ലൈ വേർബ്. പഠിച്ചിട്ടുണ്ട് നമ്മൾ. അതെന്താണ്, ഒരുപാട് തവണ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള വാക്കാണ് കംപ്ലൈ എന്ന വാക്ക്. Yes, let me see. Okay. Yeah. The paperwork and procedures are intact. Great. You are responsible for these intact setbacks. Okay. The maneuver to come up against a setback is intact. All right. His leaving was a setback in my life. That's great sentence. Your project is intact. Great. She's not ready to relinquish her dreams for her parents. All right. That's a great sentence. An intact happiness. Always cowardly setback in life. എടാ ഒരു പ്രശ്നം ഉണ്ടല്ലോ അവിടെ. അവിടുത്തെ വേർബ് എന്ത് ഗുരുദാസേ? സെറ്റ്ബാക്ക് നൗൺ ആണ്, കവേർഡ്ലി അഡ്വേർബ് ആണ്. ബട്ട് സെറ്റ്ബാക്ക് നീ അവിടെ ഒരു വേർബ് ആയിട്ട് ഉപയോഗിച്ചേക്കുന്നത് അല്ലേ. അപ്പൊ ഒരു പ്രശ്നം പറ്റും, അവിടുത്തെ വേർബ് ഇല്ല. ഇഫ് ദ വേർബ് ഇസ് മിസ്സിംഗ്, ദ സെന്റൻസിന്റെ ഹാർട്ട് ഇസ് മിസ്സിംഗ് അല്ലേ. അപ്പൊ ഓർക്ക, വി നീഡ് എ വേർബ്. അവിടെ ഒരു വേർബ് കൊണ്ടുവരാം. ഓക്കെ, അത് കൊണ്ടുവരണം. ഐ ലേൺ മെനി ലെസൺസ് ഫ്രം ദാറ്റ് സെറ്റ്ബാക്ക്. ഉറപ്പായിട്ടും ഓരോ പ്രശ്നങ്ങളും വരുമ്പോൾ നമ്മൾ അതൊന്ന് പഠിക്കുക ചെയ്യുന്നതെന്ന് പറയും അല്ലേ. യെസ്, ഹവ മോളെ, ഹായ്, ഗുഡ് മോർണിംഗ്. കംപ്ലൈ വിത്ത് ദ ലോസ് ബട്ട് നോട്ട് നോംസ് ഓഫ് ദ ലാൻഡ്. ദാറ്റ്സ് ഗ്രേറ്റ്. The alacrity of police in unearthing the truth about the murder committed by a policeman always created a setback in party. All right, right. Unearthia എന്ന് പറഞ്ഞാല് earthia കുഴിച്ചിട്ട് unearthia disclose ചെയ്യാം. ഓക്കെ, അതോർത്തോണല്ലേ. കറക്റ്റ് ആണ്. ആദ്യം കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചേക്കണം. ഞാൻ ഒന്ന് ഓർമ്മിപ്പിച്ച. ഫസ്റ്റ് കംപ്ലൈ ദെൻ ടോക്ക് എന്ന് പറയുമോ മിസ്സേ? പറയാം. ഫസ്റ്റ് കംപ്ലൈ, ആദ്യം നീ കംപ്ലൈ ചെയ്യും. ഫസ്റ്റ് കംപ്ലൈ ദെൻ ടോക്ക് പറയാം. ഫസ്റ്റ് ഒബൈ പറയാം. കംപ്ലൈയുടെ കൂടെ വിത്ത് ഉപയോഗിക്കുന്ന എപ്പോഴാണെന്നറിയോ? അതിന്റെ കൂടെ എന്തിനോട് കംപ്ലൈ ചെയ്യാന്ന് പറയുമ്പോൾ മാത്രമാണ്. ഇല്ലെങ്കിൽ വെറുതെ കംപ്ലൈ പറഞ്ഞാൽ കറക്റ്റാ അല്ലെ. യു കംപ്ലൈ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നവും. യു കംപ്ലൈ, നീ കംപ്ലൈ ചെയ്യ് എന്ന് പറഞ്ഞാൽ നീ അനുസരിക്കുക എന്ന് പറയാം. ദാറ്റ്സ് ഫൈൻ, ദാറ്റ്സ് ഫൈൻ. എന്താണ് ഇപ്പൊ റൂൾസ് ഉണ്ടെങ്കിൽ കംപ്ലൈ ദ റൂൾസ് എന്ന് പറയില്ല. കംപ്ലൈ വിത്ത് ദ റൂൾസ്, കംപ്ലൈ വിത്ത് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്നേ പറയുള്ളൂ. അവിടെ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നേരെ ഒബ്ജക്റ്റ് കൊടുക്കരുത്. ബിക്കോസ് കംപ്ലൈ ഇസ് നോട്ട് എ ട്രാൻസിറ്റീവ് വേർബ്. അതിനോട് വിത്ത് തന്നെ കൊടുക്കണം. അത്രേ ഉള്ളൂ. അല്ലാതെ ചുമ്മാ കംപ്ലൈ എന്ന് പറയും. ദാറ്റ്സ് ഫൈൻ, ദാറ്റ്സ് ഫൈൻ. ഒരു പ്രശ്നമില്ല കേട്ടോ. Yeah. The Indo-China War of 1962 was a huge setback for Nehru's Hindi Chini Bye Bye slogan. Okay. Sorry, Hindi Chini Chini. Okay. Chini Bye Bye. Okay. You should comply with the orders of your elders if you're working in a firm. All right. All right. The setback between them broke out suddenly, even though that can be relinquished by Arati. All right. Arati കിട്ടാട്ടോ മൊത്തം. ഇന്ന് എന്നെ ഒരു തവണ ഇതുള്ളൂ. ആദ്യം വന്നപ്പോഴേക്കും ഞാൻ രക്ഷപ്പെട്ടു. Oh God. Indian government and Russian government signed a pact to drawing crude oil from Russia to India.
Trove is not a verb. Trove is not a verb. Transporting, passing, transmitting, no problem. Shiny, troving is not right. It's not right because trove is a noun and a verb. Comply with the rules and regulations of the company. That's a great sentence. Great. And the final set in the last, രണ്ടാമത്തെ സെറ്റും ഫൈനൽ സെറ്റും ഒന്നുകൂടെ ഉള്ളൂ എന്ന് പറയില്ലേ. So that's it. Intent. ഇന്നലെ നമ്മൾ എന്ത് പറഞ്ഞപ്പോൾ ഇന്റന്റ് പറഞ്ഞു. ആരോ എഴുതിയ സെന്റൻസിൽ അല്ലേ, ഞാൻ എഴുതിയ സെന്റൻസ് പറഞ്ഞു. ഇന്റന്റ് ശ്രദ്ധിക്കണേ, INTENT. ഇന്റന്റ് എന്ന് പറഞ്ഞു ഇന്റൻഷൻ എന്നാണ് അർത്ഥം. ഇറ്റ്സ് എ നൗൺ ആൻഡ് ഇറ്റ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ആസ് ആൻ അഡ്ജക്റ്റീവ്. ഇന്റന്റ് ചെയ്യുക എന്ന് പറയുന്നത്, ഇന്റന്റ് ചെയ്യുക എന്ന വേർബ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഇറ്റ്സ് നോട്ട് എ വേർബ് എന്ന് ഓർത്ത് വെച്ചോളാം. If you want to use it as a verb, you have to use it like this. INTEND കൊടുക്കണം. Intent. ഇതാണ് verb. D വരുമ്പോ verb, T വരുമ്പോ noun. എപ്പോഴും ശ്രദ്ധിക്കണം. Extend, EXTENT. അതുപോലെ complaint, restraint. T വരുമ്പോ nounകളാ ഓർത്തണം. Restraint എന്ന് പറഞ്ഞാൽ complaint, intent ഓർത്തോണം. അത് എപ്പോഴും ശ്രദ്ധിച്ചുള്ള കാര്യമാണ് അത് കേട്ടോ. എക്സ്റ്റെൻഡ് ഒക്കെ D വരുമ്പോ ഇറ്റ്സ് എ verb. അപ്പൊ ഇന്റന്റ് ഇസ് ഇന്റൻഷൻ, എയിം, പർപ്പസ് എന്ന് പറയും. എന്താണ് നിന്റെ ഇന്റൻഷൻ? വാട്ട് ഈസ് യുവർ ഇന്റന്റ്? വാട്ട് ഈസ് യുവർ ഇന്റന്റ് ബിഹൈൻഡ് ദിസ് പ്രപ്പോസൽ? അങ്ങനെ എന്തെങ്കിലും. ഓക്കെ, അപ്പൊ അഡ്ജക്റ്റീവ് ആയിട്ടും ഇന്റന്റ് പറയും കേട്ടോ. T വരുമ്പോ അഡ്ജക്റ്റീവ് ആയിട്ടും പറയും. സെറ്റ് ആയിട്ടുള്ള, ബെൻഡ് ആയിട്ടുള്ള, ഡിറ്റർമിൻഡ് എന്ന് പറയും. ഇന്റന്റ് ടു ഡു സംതിങ്, ഇന്റന്റ് ഡു സംതിങ്. ഡിറ്റർമിൻഡ് എന്നുള്ള അർത്ഥം, ബെൻഡ് അല്ലെങ്കിൽ നമ്മൾ സെറ്റ് എന്നൊക്കെ പറയാം. ഓക്കെ, ഓർത്തോണേ. അടുത്ത വിൽഫുൾ. വില്ലെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് മൈ വിൽ, അത് എന്റെ ഇഷ്ടം എന്ന് പറയില്ല. ആ വില്ലിൽ നൗൺ ഉണ്ട്. അപ്പൊ വിൽഫുൾ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഡെലിബറേറ്റ് ആയിട്ടുള്ള, ഇന്റൻഷണൽ, അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ് അല്ലെ. പേർപ്പസ്ഫുൾ ആണ് അല്ലെ, പ്ലാൻഡ് ആണ്. ഇറ്റ് വാസ് എ വിൽഫുൾ മർഡർ, ഇറ്റ് വാസ് എ വിൽഫുൾ അറ്റംപ്റ്റ്. പുള്ളി അറിഞ്ഞുകൊണ്ട് ചെയ്ത എന്നൊക്കെ നമ്മൾ പറയില്ലേ. വിൽഫുൾ ആണെന്ന് പറഞ്ഞാൽ പർപ്പസ്ഫുൾ ആണ് കേട്ടോ. പ്ലാൻഡ് ആണ്. ഇറ്റ്സ് നോട്ട് അല്ലെ അറിയാതെ നടന്നൊന്നുമല്ല. ഇറ്റ്സ് പ്ലാൻഡ്, പർപ്പസ്ഫുൾ ആണ്, ഇന്റൻഷണൽ ആണ്, ഡെലിബറേറ്റ് ആണ്. ദാറ്റ് ഈസ് വിൽഫുൾ. വിൽഫുൾ അപ്രോച്ച് എന്നൊക്കെ പറയാറുണ്ട്. സോ ദാറ്റ് ഈസ് വിൽഫുൾ, ഓർത്തണം. ഓക്കെ, അടുത്തത് ഇൻഡിക്റ്റ് ചെയ്യാം. ഇൻഡിക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? അക്യൂസ് ചെയ്യുക, ഒരാളുടെ മേൽ കുറ്റം ചുമത്തുക. അക്യൂസ് ചെയ്യുക, ചാർജ് ചെയ്യുക, ബ്രിങ് ടു ട്രയൽ, അറേഞ്ച് ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയാം. അതാണ് ഇൻഡിക്റ്റ് ചെയ്യുക എന്നർത്ഥം. ഒരാളെ നമ്മൾ അക്യൂസ് ചെയ്യുക, ചാർജ് ചെയ്യുക, കുറ്റം ചുമത്തുക പറയില്ല, അതാണ് കേട്ടോ. അക്യൂസ് സംബഡി, അക്യൂസ് സമ്മൺ ഓഫ് സംതിങ്. അവിടെ ഒരു പ്രത്യേകത ഉണ്ട്. അക്യൂസ് സമ്മൺ ഓഫ് ആണ്, അതിനൊക്കെ ഫിക്സഡ് പ്രൊപ്പോസിഷൻ. അക്യൂസ് സംബഡി ഓഫ്, അക്യൂസ് സംബഡി ഓഫും ചാർജ് സംബഡി വിത്തും ആണ്, ഓർത്തോണം കേട്ടോ. അതും ഫിക്സ്ഡ് ആയിട്ട് പ്രൊപ്പോസിഷൻസ് ആണ്, എക്സാമിന് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് പറയണേ. അക്യൂസ് സംബഡി ഓഫ് സംതിങ്, ചാർജ് സംബഡി വിത്ത് സംതിങ് എന്നാണ് പറയും. ഓക്കെ, അടുത്തതാണ് എസ്പെനാജ്. എസ്പെനാജ് ആക്ട് ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. എസ്പെനാജ് എന്ന് പറഞ്ഞിട്ടുള്ളൂ സ്പൈങ്, സർവൈലൻസ്, ഇൻഫിൽട്രേഷൻ. അത് കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു കൺട്രിയിലെ മിലിറ്ററി ആൾക്കാരെ മറ്റൊരു കൺട്രിയിലേക്ക് ആൾക്കാരെ സ്പൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞു വിടുന്ന ആ ഒരു സംഭവമില്ലേ, അതിന് എസ്പെനാജ് എന്ന് പറയും. ഇറ്റ്സ് നോട്ട് ലൈക്ക് സർവൈലൻസിന്റെ പോസിറ്റീവ് വേ സർവൈലൻസ് അല്ല. നമ്മൾ എന്താ പറയാ, നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇന്റൻഷനലി ചെയ്യുന്ന പരിപാടിയാണ്, സ്പൈയിങ് ആണ്. അതാണ് എസ്പെനാജ് എന്ന് പറയാം. ഇൻഫിൽട്രേഷൻ ആണ് ഇറ്റ്സ് കേട്ടോ. അടുത്താണ് ഒബ്സ്ട്രക്ട്. ഒബ്സ്ട്രക്ഷൻ കേട്ടില്ലേ? ഒബ്സ്ട്രക്ഷൻ ഓഫ് ദി ലോ ആൻഡ് ഓർഡർ. ലോ ആൻഡ് ഓർഡറിനെ ഒബ്സ്ട്രക്ട് ചെയ്തു നീ, അതാണ് നിനക്കെതിരെയുള്ള കുറ്റം. ഒബ്സ്ട്രക്ഷൻ കേട്ടോ. ഒബ്സ്ട്രക്ഷൻ ഇസ് നൗൺ, ഒബ്സ്ട്രക്ട് ചെയ്യുക ഇസ് വെർബ് അല്ലെ. ഒബ്സ്ട്രക്ഷൻ, ഒബ്സ്ട്രക്ഷൻ ഓഫ് ജസ്റ്റിസ്, നീതി നടപ്പാക്കാതെ തടഞ്ഞു വെക്കുക, അതൊക്കെ പറയും. സോ തടഞ്ഞു വെക്കൽ, ദാറ്റ് ഈസ് ഒബ്സ്ട്രക്ഷൻ. തടഞ്ഞു വെക്കുക ഈസ് ഒബ്സ്ട്രക്ട് ചെയ്യുക. ബ്ലോക്ക് ചെയ്യുക, ബാർ ചെയ്യുക, കമ്പർ ചെയ്യുക, ഹിൻഡർ ചെയ്യുക, ഹാമ്പർ ചെയ്യുക, അതാണ് ഒബ്സ്ട്രക്ട് ചെയ്യുക. യു നോ വാട്ട് ഇറ്റ് ഈസ് അല്ലെ. ഒബ്സ്ട്രക്ട് ഒക്കെ വളരെ കോമൺ ആയിട്ടുള്ള എക്സ്പ്രഷനാണ്. അപ്പൊ ഇന്ന് വളരെ കുറച്ച് വേർഡ്സേ ഉള്ളൂ, ഓർത്തു വെച്ചോളാം. ഒബ്സ്ട്രക്ട് ചെയ്യുക ആൻഡ് ഒബ്സ്ട്രക്ഷൻ നൗൺ ആണ്, ഓർത്തോളാം. ആൻഡ് ലെറ്റ് മീ സീ. കംപ്ലയൻസ് ഓഫ് ക്രൗഡ് മസ്റ്റ് ഹെൽപ് ടു administrate good governance. ഒരു പ്രശ്നം ഉണ്ടടാ, ഗുരുദാസ് ആരെ ഹെൽപ്പ് ചെയ്യും? ഹെൽപ്പ് ഇസ് എ ട്രാൻസിറ്റീവ് വേർബ്. ഹെൽപ്പ് us or help the union, help the government, help the company എന്തെങ്കിലും കൊടുക്കണം. Complaints of the crowd must help the police, administrators, help the management. അങ്ങനെ അവിടെ വേണം കേട്ടോ, ഒബ്ജക്റ്റ് വേണം, നിർബന്ധമാണ്. Help is a transitive verb. The intention of the project is to upgrade the downtrodden sections of the society. Okay, students should comply with rules and regulations of school. Great. There are some leaders in our countries. They still hang on their chair even though they know they are useless to society. They should learn from brave decision of Jacinta's relinquishment. ആണ് അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി, she is brave enough അല്ലെ, she is brave enough to relinquish from the power. ഒരിക്കലും അങ്ങനെ വിട്ടുകൊടുക്കാറില്ല. very very rare. few leaders do that. very few leaders എന്നല്ല, it's like few leaders, no leaders at all. ചിലപ്പോൾ ഒന്നോ രണ്ടോ പേര് ചെയ്യും. That's it. Correct. I actually did this with a good intent. Great. The police indicted the crime on a poor boy. All right.
I can comply with this case because it was willful crime. Okay. He was indicted with unintended homicide. Okay. The willful intent to indict the culprit brought justice to the victim. Okay. I always comply with Robin Sharma's ideas in his books. Okay. Ishtano Robin Sharma. All right. The probe team found that the gruesome murder was a willful attempt of the culprit. Okay. We should have a strong intent to crack a competitive exam. ഉറപ്പായിട്ടും നമ്മുടെ purpose എന്തായിരിക്കണം സ്ട്രോങ് ആയിരിക്കണം അല്ലേ great spelling out the vocabulary is the intention of editorial sessions spearheaded by Rintu ma'am rather than the monetary benefit of course അല്ലേ great while Shamas willfully made an attempt to relinquish the world Rintu ma'am and I obstructed him and explain the intent of happiness in life. അതെനിക്ക് ഇഷ്ടപ്പെട്ടു ആരതി കൊള്ളാം നമ്മൾ ടീം അപ്പ് ആയല്ലേ ഞാൻ പോലും അറിയാതെ എനിവേസ് അവിടെ ഒബ്സ്ട്രക്ട് ചെയ്യുക നമ്മൾ ഒരാളെ എതിർക്കുക എന്നല്ലേ അപ്പൊ അവിടെ നെഗറ്റീവ് സെൻസ് ആയി ഒബ്സ്ട്രക്ട് ചെയ്യുക എതിർക്കുക ഇനി നെഗറ്റീവ് വേ അല്ല ഒബ്സ്ട്രക്ട് ചെയ്യാം അപ്പൊ അവിടെ റിൻഡുമാൻ ആയി അല്ല എങ്ങനെ പറയണം ഐ എൻ റിൻഡുമാൻ ആദ്യം ഞാൻ നെഗറ്റീവ് ഒരു കാര്യം നമ്മൾ ചെയ്യുമല്ലോ അപ്പൊ നെഗറ്റീവ് സൗണ്ടിൽ എന്തെങ്കിലും വിളിച്ചാണ് വി അറ്റാക്ക് ഷമ്മാസ് ആണെങ്കിൽ എങ്ങനെ വരും ഐ എൻ റിൻഡുമാൻ അറ്റാക്ക് ഷമ്മാസ് എന്ന് പറയും അല്ലേ അതോർത്തോളൂ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അടുത്ത് നോക്കാം yes espionage will obstruct the peace and development of a country of course espionage പറയാം espionage എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പൈ ചെയ്യുക സ്പൈ വർക്ക് ഇല്ല അതിനാണ് espionage എന്ന് പറയാം കേട്ടോ that's it noun ആണ് അർത്ഥം ഇത്രേ ഉള്ളൂ സ്പൈ വർക്ക് all right do you obstruct these barrier okay these barrier or these shiny നമ്മുടെ ശ്രദ്ധിച്ചിരുന്നോണം this എന്ന് പറഞ്ഞത് സിംഗുലർ ആണ് okay these അതിന്റെ പ്ലൂറൽ ആണ് അപ്പൊ ദീസിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ പ്ലൂറൽ നൗണെ ഉപയോഗിക്കാവുള്ളൂ അത് നിർബന്ധമുള്ള അറിയാം ഡിറ്റർമിനേഴ്സിൽ പെടുന്നവയാ ദിസും ദീസും ദിസും അതുപോലെ തന്നെയാ ദാറ്റും ദോസും ദോസ് എന്ന് പറഞ്ഞാലും പ്ലൂറൽ തന്നെയാ അപ്പം നമ്മൾ എങ്ങനെയാണോ ദിസും ദീസും ഉപയോഗിക്കുന്നത് അതുപോലെ ദാറ്റ് എന്ന് പറഞ്ഞാൽ അവ അത് സിംഗുലർ ആണ് പക്ഷെ അതിന്റെ പ്ലൂറൽ അവ എന്ന് പറഞ്ഞെങ്കിൽ എന്ത് കൊടുക്കണം ദോസ് എന്ന് കൊടുക്കണം അപ്പൊ ഇവിടെ കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചോണം ഡിറ്റർമിനേഴ്സിന്റെ കൂടെ കൊടുക്കേണ്ട പ്ലൂറൽ നൗൺ ആണ് ഇമ്പോർട്ടന്റ് കേട്ടോ ഓർത്ത് വെച്ചോളാം ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ് okay yeah okay okay any willful intent behind a crime will be contented all right Russia is indicted of espionaging on the UK citizens okay all right Jacinda's decision to relinquish the helm is solely intended to live in the spree all right it was a willful and gruesome crime okay all right right all right എടാ റിൻഡുമെന്റ് 3-2-1 ഓർഡർ വരുന്ന ഇവിടെ പോസിറ്റീവ് കാര്യം പറയുമ്പോഴാ 1-2-3 ആണ് വരുന്ന നെഗറ്റീവ് കാര്യം വരുമ്പോൾ ഇവിടെ നെഗറ്റീവ് കാര്യം ഞങ്ങൾ പറഞ്ഞേ അല്ലേ എസ്പെനാജ് ഒന്നുകൂടെ എസ്പെനാജ് ഒന്നുമില്ലടാ ഗുരുദാസേ ഇത്രേ ഉള്ളൂ അനുപമയും ഗുരുദാസ് ഒന്നുകൂടെ ശ്രദ്ധിക്കാം എസ്പെനാജ് ചെയ്യുക എസ്പെനാജ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ ആക്ട് ഓഫ് സ്പൈ വർക്ക് നമ്മൾ സ്പൈ വർക്ക് നടത്തില്ലേ നമ്മൾ ഈ എന്താ അണ്ടർ കവർ വർക്കുകളെ പറ്റി മൂവീസ് കണ്ടിട്ടില്ലേ അണ്ടർ കവർ ഒക്കെ കണ്ടിട്ടില്ലേ സ്പൈ വർക്ക് മൂവീസ് ഏജന്റ് ഇന്നതെന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടില്ലേ മൂവീസ് കണ്ടിട്ടില്ലേ അതിനെയാണ് ആ എസ്പെനാജ് എന്ന് പറഞ്ഞത് ആ ഒരു സ്പൈ വർക്കിനെയാണ് ഇൻഫിൽട്രേഷൻ ഒരു കൺട്രിയിലും ഇപ്പൊ എസ്പെനാജ് ആക്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ എല്ലാ കൺട്രിയിലും ഉണ്ട് അതിനർത്ഥം എന്താ വെച്ചാൽ ഇപ്പൊ ഇന്ത്യ ഒരു ആളെ നമ്മൾ എല്ലാവർക്കും എല്ലാ കൺട്രീസിലും ഉണ്ട് എസ്പെനാജ് പരിപാടി എന്ന് വെച്ചാൽ മറ്റവരെ സ്പൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും ഇവിടുന്ന് കുറച്ച് ആൾക്കാർ വിടും അവരവിടെ ചെന്നിട്ട് അവിടെ സ്പൈസ് ആയിട്ട് വർക്ക് ചെയ്യാണ് എല്ലായിടത്തും ഉണ്ട് ഏജൻസ് അല്ലെ നമ്മൾ ഒരുപാട് മൂവീസ് ഒക്കെ കണ്ടിട്ടുള്ള സാധനങ്ങളല്ലേ അവരാണ് സ്പൈ വർക്ക് അതിനെയാണ് എസ്പെനാജ് എന്ന് പറയാം കേട്ടോ ഓർത്തോണം willful mind to do a crime is a major part in deciding whether an action is crime or not. It is called mens rea. All right. Government should implement stringent rules to obstruct the storage of stale meat in restaurants and eateries. Yes. Cumbersome adjective ആണ് cumbersome adjective ആണ് cumber is verb cumbersome is adjective yes his willful intent is to obstruct the new standout great അപ്പോൾ ലെറ്റ്സ് മൂവ് ആർട്ടിക്കിളിലോട്ട് പോകാം കേട്ടോ നമുക്ക് അപ്പോഴേക്കും ആർട്ടിക്കിളിലോട്ട് പോകും ദീസ് ആർ ദ വൊക്കാബുലറി ദീസ് ആർ ദ വേർഡ്സ് ദീസ് ആർ ദ വേർഡ്സ് ദിസ് ഇസ് ദ വൊക്കാബ് വൊക്കാബ് അൺകൗണ്ടബിൾ നൗൺ ആണ് വൊക്കാബുലറി അൺകൗണ്ടബിൾ നൗൺ ആണ് പ്ലൂറൽ ഒന്നും ഇല്ല കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് കാര്യങ്ങളോട്ട് കടക്കാം നമ്മുടെ SI പോസ്റ്റിലോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കറിയാം നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഇതൊക്കെ ഡിഗ്രി പ്രിൻസിന്റെ കീഴിൽ വരുന്നതാണ് CPO പക്ഷെ അങ്ങനെയല്ല ഒറ്റയ്ക്ക് എക്സാം നടത്തും അത് സെപ്പറേറ്റ് ആണ് പക്ഷെ SI ആണെങ്കിലും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഒക്കെ ഒരുമിച്ച് എക്സാം വരുവാണ് ഡിഗ്രി പ്രിംസ് എന്ന ഒരു എക്സാം ഏപ്രിൽ മാസം മെയ് മാസമുള്ള എക്സാം വരും ഉറപ്പായിട്ടും അതിൽ ഒരു മാറ്റമില്ല അപ്പം ജനുവരി 23 നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തു അതായത് ഇന്നലെ നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ
അപ്പോൾ ഇനി ആരെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ഉഷാറായിട്ട് നമുക്ക് പഠിച്ച് ക്ലാസ്സുകളൊക്കെ ഉഷാറായിട്ട് മുന്നോട്ട് പോകണം. 5ാമത്തെ ബാച്ചാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് എസ്ഐയുടെ 2ാമത്തെ ബാച്ചും. 2 കോഴ്സിനും 2400 രൂപയ്ക്കുള്ളിൽ നിങ്ങൾക്ക് കിട്ടും ആഫ്റ്റർ ഡിസ്കൗണ്ട്. Y314 എന്ന കോഡ് അപ്ലൈ ചെയ്താൽ മതി, നിങ്ങൾക്ക് കോഴ്സ് ജോയിൻ ചെയ്യാം. ഇനി സെൽഫായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കാം, കറക്റ്റ് അപ്ഡേറ്റ് ആയിട്ട് SCRT ഫോളോ ചെയ്ത് പോകണേ ഡീറ്റെയിൽ ആയിട്ട്. കാരണം നിങ്ങൾ മെയിൻസോട് ഓറിയന്റഡ് ചെയ്തിട്ട് പഠിക്കണേ, അത് ഓർക്കണം. പിന്നെ PSC ബുള്ളറ്റിൻ, ദാറ്റ്സ് എ ഗ്രേറ്റ് സോഴ്സ്, വളരെ ഗ്രേറ്റ് സോഴ്സ് ആണ്. പിന്നെ നിങ്ങൾക്ക് അറിയാലോ ഗവൺമെന്റ് പബ്ലിക്കേഷൻസ് ഉണ്ട്, കൾച്ചർ ആർട്ടിനൊക്കെ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് പബ്ലിക്കേഷൻസ് ഉണ്ട്. അതുള്ള ഫ്രീ കണ്ടന്റ് ഒക്കെ യൂസ് ചെയ്ത് പഠിക്കാം. നന്നായിട്ട് പഠിച്ചു GK വായനയൊക്കെ. ഇംഗ്ലീഷ് ഒക്കെ പഠിക്കുമ്പോൾ പ്രാക്ടിക്കലി ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ബേസ് കവർ ചെയ്ത് നന്നായി പോകണം കേട്ടോ. ബേസ് കവർ ചെയ്ത് പോകുമ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് പഠിക്കുക, ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് പഠിക്കുക ഇംഗ്ലീഷ്. കാര്യം എങ്ങനെ വേണമെങ്കിലും ചോദ്യം ചോദിച്ചാലും ബേസ് അറിയാമെങ്കിൽ സംഭവം സെറ്റാ, അങ്ങനെ ഒന്ന് പഠിച്ചാൽ മതി കേട്ടോ. അതുപോലെ യൂണിവേഴ്സിറ്റി LGSന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്ത് താല്പര്യമുള്ള ജോയിൻ ചെയ്യണേ. 17ാം തീയതി 2ാമത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അതുപോലെ നമ്മൾ 19ാം തീയതി CPOയുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തു. വിമൻ CPO ഇനി അപ്ലൈ ചെയ്യേണ്ടവരുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാട്ടോ. ഫെബ്രുവരി 1 തീയതി ലാസ്റ്റ് ഡേറ്റ്, 1-2 എനിവേസ് ആണ് നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ. അപ്പോൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഒറ്റ എക്സാമേ ഉള്ളൂ. ഇത്തവണ നമുക്ക് നല്ല രീതിയിലൊന്ന് നിങ്ങൾ അപ്രോച്ച് ചെയ്ത് നിങ്ങൾക്ക് അത് എന്താണ് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും. കാര്യം ഒറ്റ എക്സാമേ ഉള്ളൂ, അതൊക്കെ എപ്പോഴും കിട്ടുന്ന ഒരു ചാൻസ് അല്ല, ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്ന് വേണം പറയാം. അപ്പോൾ ജോയിൻ ചെയ്യാനുള്ളവർ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. കാര്യങ്ങളൊക്കെ പഠിച്ച് ഉഷാറായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ട് ഈ കോഴ്സുകൾക്ക് 2240 രൂപയുള്ളൂ. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ Y314 എന്ന കോഡ് ഉപയോഗിച്ച് കോഴ്സ് എടുക്കാം. നമുക്ക് നമ്മുടെ ആർട്ടിക്കിളോട്ട് പോകാം കേട്ടോ. ഇന്നത്തെ ആർട്ടിക്കിൾ ആണ് പ്രോമിസ് ആൻഡ് പ്രാഗ്മാറ്റിസം. അപ്പോൾ എന്താണ് പ്രോമിസ് ആൻഡ് വാട്ട് ഇസ് പ്രാഗ്മാറ്റിസം എന്ന് നമുക്ക് ഇവിടെ കാണാം. ഡീറ്റെയിൽ ആയിട്ട് ലെറ്റ്സ് റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഫ്രം നമ്മുടെ ജസീദ ആർഡൻ. അപ്പോൾ അവിടുത്തെ പൊളിറ്റിക്സിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, സോ നമുക്ക് വൊക്കാബുലറിയിലോട്ട് കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് നടക്കാം. യാ ഓക്കെ. Her advice obstructed me from giving money to my friend. That's great. All right. എൻ്റെ ഇമെയിൽ ID rindu.sebastian@attendant.com. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഗുരുദാസ് ധൈര്യമായിട്ട് ചോദിച്ചു. നിനക്ക് മെയിൽ ID ആവശ്യം എന്താണ്? നീ എനിക്ക് പേഴ്സണലായിട്ട് ടെലിഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതിയല്ലോ. ടെലിഗ്രാമിൽ മെസ്സേജ് അയച്ചു, ഞാൻ മെയിൽ ID തരാം, ടെലിഗ്രാമിൽ തരാം. ഓക്കെ. എക്സാം April 29th വന്നോ? പല ഗ്രൂപ്പുകളിലൊക്കെ വന്നു ഇന്നലെ ഷൈനി പറഞ്ഞു. പക്ഷെ അത് ഒഫീഷ്യലായിട്ട് പബ്ലിഷ് ചെയ്തില്ലല്ലോ ഷമാസെ, ഒഫീഷ്യലായിട്ട് പബ്ലിഷ് ചെയ്തില്ല. അതുകൊണ്ടാണ് ഞാൻ അത് പറയാത്ത കേട്ടോ. ഓക്കെ, സോ പ്രോമിസ് ആൻഡ് പ്രാഗ്മാറ്റിസം നമുക്ക് നോക്കാം ആർട്ടിക്കിൾ. അപ്പൊ മനസ്സിലായെങ്കിൽ എല്ലാവരും ഒരു തംസപ്പ് ഇട്ടെ. നിങ്ങൾക്ക് വൊക്കാബുലറി ഒക്കെ മനസ്സിലായെങ്കിൽ എല്ലാവരും ഒരു തംസപ്പ് ഇടുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇടാൻ മറക്കണ്ട. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട് പീപ്പിൾ. പകുതി പേര് പോലും ലൈക്ക് ഇട്ടിട്ടില്ല. ഷെയിം, ദാറ്റ്സ് സോ ബാഡ്. ഓക്കെ, അപ്പൊ പ്രോമിസ് ആൻഡ് പ്രാഗ്മാറ്റിസം. Jacinda Ardern's politics, rooted in moral values, came up against a reality check. കാര്യം പറഞ്ഞ പുള്ളിക്കാരുടെ ഭരണം, പൊളിറ്റിക്സും എല്ലാം മോറൽ വാല്യൂസിന് അധിഷ്ഠിതമായിട്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഇറ്റ് വാസ് ഗോയിങ് ഗുഡ്, ഓക്കെ ആണ്, കുഴപ്പമൊന്നുമില്ല. ബട്ട് ഇറ്റ് കെയിം അപ്പ് അഗൈൻസ്റ്റ് റിയാലിറ്റി. പക്ഷേ റിയലിസം, പ്രാഗ്മാറ്റിസം അങ്ങനെ വന്നോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഇറ്റ് കെയിം അപ്പ് അഗൈൻസ്റ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു ചാലഞ്ച് ആയിട്ട് അവിടെ വന്നിരിക്കുകയാണ്. അതിനെപ്പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Jacinda Ardern's time in office as New Zealand's Prime Minister was rattled by several successive challenges. At 37, the Labour leader came to power in 2017, promising a transformational change. Nearly 6 years later, she leaves office. She would be better remembered for her handling of crises such as the coronavirus pandemic, the far-right terror attacks on posts in Christchurch, and volcanic eruptions. Miss Ardern offered a leadership model rooted in empathy and moral values. The way she handled the അപ്പോൾ ജസിന്ത ആർഡറിനെ പറ്റി പറയാം, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പുള്ളിക്കാരെ ഓർത്തിരിക്കേണ്ട ന്യൂസിലൻഡിലെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. ആൻഡ് പുള്ളിക്കാരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് ഷി വാസ് എന്താ പറയാ, ഷി വാസ് റിയലി ഡിസ്റ്റർബ്ഡ് ബൈ ഒരുപാട് ചാലഞ്ചസ് വന്നിട്ട് അതൊക്കെ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യപ്പെട്ടിരുന്നു. പുള്ളിക്കാരെ ഡിസ്റ്റർബ് ചെയ്തിരുന്നു, അപ്സെറ്റ് ചെയ്തിരുന്നു. പുള്ളിക്കാരി 37ാമത്തെ വയസ്സിൽ നമ്മുടെ പാർലർ വന്നതാണ് കേട്ടോ. 37ാമത്തെ വയസ്സിൽ, അതായത് 2017 പുള്ളിക്കാരി വന്നതാണ്, പവറിലോട്ട് വന്നതാണ്. 2017 37ാമത്തെ വയസ്സിൽ ഒരു ട്രാൻസ്ഫോർമേഷണൽ ചേഞ്ച് ആണ്. അങ്ങനെ കറക്റ്റ് ഒരു 6 വർഷം കൂടി പോയാൽ അല്ലെ, 6 വർഷത്തിനുള്ളിൽ പുള്ളിക്കാരി എന്ത് ചെയ്തു? ഷീ ലീവ്സ് ഓഫീസ്. 6 വർഷത്തിനുള്ളിൽ പുള്ളിക്കാരി ഓഫീസ് ലീവ് ചെയ്യാണ്. ആൻഡ് സോ ഷീൽ ബി റിയലി റിമെമ്പേർഡ്. ഉറപ്പായിട്ട് പുള്ളിക്കാരി ഓർത്തിരിക്കും. നമ്മൾ ചരിത്രത്തിലെല്ലാം ഇടം നേടിയ ഒരു പുള്ളിക്കാരിയാണ് അല്ലെ. കൊറോണ വൈറസ് പാൻഡമിക്കിന്റെ സമയത്ത് പുള്ളിക്കാരിയുടെ ഇഫക്റ്റീവ് എന്താ പറയാ അഡ്മിനിസ്ട്രേഷൻ സ്കിൽസ് നമുക്ക് പറയാതിരിക്കും അല്ല. ഹാൻഡ്ലിംഗ് ഓഫ് ദ ക്രൈസിസ് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കും. ഹർ ഹാൻഡ്ലിംഗ് ഓഫ് ക്രൈസിസ് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കും. മാത്രമല്ല ഒരുപാട് റൈറ്റ് ടെറർ അറ്റാക്സ് നടന്നിട്ടുണ്ട് മോസ്റ്റില്, ക്രൈസ്റ്റ് ചർച്ചിൽ.
അതിന്റെ ഹാൻഡിൽ ചെയ്ത രീതി നമ്മൾ ഓർത്തിരിക്കും. വോൾക്കനിക് ഇറപ്ഷൻസ് ഒരുപാട് വരുന്ന ഏരിയ ആണ്. അവിടുത്തെ ക്രൈസിസിന്റെ സമയത്ത് ഹൗ ഷി ഹാൻഡിൽഡ് ഇറ്റ് അതും നമ്മൾ ഓർത്തിരിക്കും ഒരു കാര്യമാണ്. അപ്പോൾ പുള്ളിക്കാരിയുടെ ലീഡർഷിപ്പ് മോഡലിനെ എടുത്തു പറയുന്നത് ഒരു എംപത്തറ്റിക് ആറ്റിറ്റ്യൂഡ് ആയിരുന്നു പുള്ളിക്കാരിക്ക് എപ്പോഴും. മോറൽ വാല്യൂസ് ഓറിയന്റഡ് ആണ് കുറച്ചുകൂടെ. എന്താ വെച്ചാൽ പുള്ളിക്കാരിക്ക് എപ്പോഴും ഫീൽ ചെയ്യും എംപതി, ഞാനായിരുന്നു ഈ സ്ഥാനത്തെങ്കിൽ എന്നൊരു ഷി പുട്ട് ഹെർസെൽഫ് ഓൺ അതേഴ്സ് ഷൂസ്. അത് എപ്പോഴും ഒരു കാര്യമാണ്. അപ്പോൾ സോ ദ വേ ഷി ഹാൻഡിൽ തിങ്സ്. ഇപ്പൊ ക്രൈസ്റ്റ് ചർച്ചിലെ ഷൂട്ടിംഗ് ഈസ് എ കേസ് ഇൻ പോയിന്റ്. അത് ശരിക്കും പറഞ്ഞാൽ ക്രൈസ്റ്റ് ചർച്ചിൽ എങ്ങനെയാണ് ഷൂട്ടിംഗ് ഒക്കെ പുള്ളിക്കാരി ഹാൻഡിൽ ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുന്ന ഒരു പോയിന്റ് തന്നെയാണ് എന്നാണ് പറയുന്നത്. So let's move forward. Her approach towards pandemic was initially popular, which helped Labour sweep the 2020 legislative elections. New Zealand's per capita death rate from COVID-19 is among the lowest in the developed world. The way she announced her resignation also won her praise, that there is not enough in the tank for her to continue in the top office, which made her stand out in a world where not many leaders relinquish power easily. Chris Hipkins, a former minister for COVID response in Ms. Ardern's cabinet and a troubleshooter for the Prime Minister, will succeed her and lead Labour in the 2020 election. പറഞ്ഞിരുന്ന ഈ ഒരു പാരഗ്രാഫ് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. ഈ ഇവരുടെ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ജെസിന്ത ആർഡന്റെ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ പാൻഡമിക്കിനെ എങ്ങനെ പുള്ളിക്കാരി അപ്രോച്ച് ചെയ്തു എന്നുള്ളത് ഇനിഷ്യലി ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഇനിഷ്യലി എല്ലാവരും ഭയങ്കരമായിട്ട് പുകഴ്ത്തിയിരുന്നു. മാത്രമല്ല ലേബർ പാർട്ടിയെ ഒരുപാട് എന്താ പറയാ മുന്നോട്ട് കൊണ്ടുവന്നു. പാർട്ടിയെ ഭയങ്കര നല്ല രീതിയിൽ ആൾക്കാർ പറഞ്ഞു അല്ലെ, ഇറ്റ് വാസ് റിയലി ഗ്രേറ്റ് ഫോർ ദ പാർട്ടി. അങ്ങനെ 2020 ലെജിസ്ലേറ്റീവ് വർഷം ഇലക്ഷൻസിൽ പുള്ളിക്കാരിയുടെ വർക്ക് പ്രൂവ്ഡ് വെൽ, നല്ല രീതിയിൽ തന്നെ അത് വന്നായിരുന്നു. കാര്യം ന്യൂസിലൻഡിലെ ഒരു പെർ ക്യാപിറ്റ ഡെത്ത് റേറ്റ് എടുത്ത് നോക്കുവാണ് COVID-19 സമയത്തുള്ള ഒരു പെർ ക്യാപിറ്റ ഡെത്ത് റേറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഡെവലപ്ഡ് വേൾഡിലെ ഏറ്റവും ലോവസ്റ്റ് ആയിരുന്നു നമ്മുടെ COVID-19 ഡെത്ത് റേറ്റ് ന്യൂസിലൻഡിൽ. അപ്പോൾ പുള്ളിക്കാരിയുടെ റെസിഗ്നേഷൻ അനൗൺസ് ചെയ്തു വളരെ പ്രൈസ് വർത്തി ആയിട്ട് തന്നെ നിൽക്കുകയാണ്. ഒന്ന് പുള്ളിക്കാരുടെ ഇനീഷ്യൽ വർക്ക് ഡ്യൂറിംഗ് ദ COVID-19 പാൻഡമിക്, അടുത്തത് പുള്ളിക്കാരുടെ റെസിഗ്നേഷനും അല്ലാണ്ട് എല്ലാവരും നല്ല പ്രശംസിച്ച ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ പുള്ളിക്കാരി റിസൈൻ ചെയ്യുമ്പോൾ പുള്ളിക്കാരി പറഞ്ഞു ദർ ഇസ് നോട്ട് ഇനഫ് ഇൻ ദ ടാങ്കിൽ അല്ലെ, എഞ്ചിൻ ഔട്ട് കംപ്ലീറ്റ്ലി, സംഭവമൊക്കെ തീർന്നു, ഇനി ഇല്ല, ഇനി ടോപ്പ് ഓഫീസിൽ ഞാൻ നിന്നിട്ട് വലിയ കാര്യമില്ല എന്നുള്ള അർത്ഥത്തിലാണ് പുള്ളിക്കാരി ബാക്ക് ഔട്ട് ചെയ്ത് അല്ലെങ്കിൽ റിസൈൻ ചെയ്ത്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിച്ചു നോക്കുമ്പോൾ ഷീ സ്റ്റാൻഡ്സ് ഔട്ട് ഫ്രം അതർ വേൾഡ് അല്ലെ. അതർ ആൾക്കാരിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും ഷീ ഈസ് എ ഡിഫറെന്റ് പേഴ്സൺ, ഷീ ഈസ് ഡിസ്റ്റിങ് ഫ്രം അതർ പീപ്പിൾ. കാരണം മറ്റു ആൾക്കാർ അങ്ങനെ ഈസിലി പവർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പറയാറുണ്ട് പവർ കറപ്റ്റ്സ് ആൻഡ് അബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് അബ്സല്യൂട്ട്ലി എന്ന് പറയാറുണ്ട്. അങ്ങനെയാ, പവർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ഹരവല്ല എല്ലാവർക്കും, ഇറ്റ്സ് ലൈക്ക് എൻ അഡിക്ഷൻ. അപ്പം അങ്ങനെ വിട്ടുകൊടുക്കുന്ന ആൾക്കാർ വളരെ ചുരുക്കമാണ്. അങ്ങനെയാണ്. ഇനിയിപ്പം ഈ പുള്ളിക്കാരിക്ക് ശേഷം വരാൻ പോകുന്നത് ക്രിസ് ഹോപ്കിൻസ് ആയിരിക്കും. അപ്പോൾ ലേബർ പാർട്ടിയുടെ അടുത്ത ഫോമർ മിനിസ്റ്ററായ കോവിഡ് റെസ്പോൺസിന്റെ സമയത്ത് ഉണ്ടായിരുന്ന ക്രിസ് ഹോപ്കിൻസ് ആണ് നമ്മുടെ മിസ് ആർഡന്റെ ക്യാബിനറ്റിലുള്ള പുള്ളിക്കാരനായിരിക്കും ഇനി വരാൻ പോകുന്നു, പ്രൈം മിനിസ്റ്റർ സ്ഥാനത്തോട്ട് സക്സീഡ് ചെയ്യാൻ പോകുന്നു, ലേബർ പാർട്ടിനെ ലീഡ് ചെയ്യാൻ പോകുന്നു 2023 ഇലക്ഷനിൽ. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. ഓക്കെ, മൂവിങ് ഓൺ. നമുക്കിനി ഇതിന്റെ കോൺസിക്വൻസസ് ആൻഡ് ഇഫക്ട്സിനെ പറ്റി ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യാം. While her leadership style is widely praised, particularly among liberal sections across the world, there are also questions on whether Ms. Ardern made good on promises she made to the electorate. New Zealand is one of the most expensive countries to live in. In 2017, Ms. Ardern vowed to tackle the country's housing crisis by constructing 1 lakh homes, but only a fraction has been built in the past 5 years. Housing prices remain extensively high, while high inflation has left a hole in household budgets. But promises to address child poverty, New Zealand has one of the worst rates of child poverty in the developed world, and tackle inequality, the top 10%. നോക്കാം. അപ്പോൾ ഇനി നമുക്ക് പ്രാഗ്മാറ്റിക്കൽ അപ്രോച്ചിലോട്ട് വരാം. ലെറ്റ്സ് ബി പ്രാക്ടിക്കൽ. നമ്മൾ ലീഡർഷിപ്പിലോട്ട് വന്ന സമയത്ത് പുള്ളിക്കാരുടെ ലീഡർഷിപ്പ് സ്റ്റൈലിൽ ഒരുപാട് പ്രൈസ് ചെയ്ത് ഒരുപാട് നമ്മൾ എന്താ പറയുക പുകഴ്ത്തിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ. എസ്പെഷ്യലി ലിബറൽ സെഷൻസ്, ലോകത്തുള്ള എല്ലാ ലിബറൽ സെഷൻസും പുള്ളിക്കാരുടെ വർക്കിനെ നല്ല രീതിയിൽ പ്രശംസിച്ചിട്ടുണ്ട്. കാര്യം പക്ഷെ അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് there are some questions, ചില സമയത്ത് there are some questions, ഡൗട്ട്സ് ഉണ്ട് about her promises. പുള്ളിക്കാരി ഒരുപാട് പ്രോമിസസ് ഉണ്ടായിരുന്നു. whether she was good ആയിരുന്നു, she made good on promises ഒക്കെ റൈറ്റ് ഇലക്ട്രേറ്റിൽ മേക്ക് ചെയ്ത പ്രോമിസസ് ഒക്കെ ചെയ്ത് അത് സാക്ഷാത്കരിക്കാൻ പുള്ളിക്കാരെ കൊണ്ട് പറ്റിയോ എന്നുള്ളതാണ് കാര്യം. ന്യൂസിലൻഡ് എന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലോ ഡെവലപ്പ് കൺട്രി ആണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം ഡെവലപ്പ് കൺട്രീസിൽ തന്നെ ഏറ്റവും വൺ ഓഫ് ദി മോസ്റ്റ് എക്സ്പെൻസീവ് കൺട്രീസ് ടു ലിവ് ഇൻ എന്ന് പറയുന്നത് ന്യൂസിലൻഡാണ്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് അവിടെ ജീവിക്കാനുള്ളത്. അപ്പോൾ
അപ്പോൾ ന്യൂസിലൻഡിലെ സംബന്ധിച്ചിടത്തോളം 2017 പുള്ളിക്കാരി ഇലക്ഷൻ പവറിലോട്ട് വന്ന സമയത്ത് പുള്ളിക്കാരി പറഞ്ഞിരുന്നു ഇവിടെ ഹൗസിംഗ് ക്രൈസിസ് ഒരുപാടുണ്ട്, അപ്പം ഹൗസിംഗ് ക്രൈസിസ് മാറ്റാം, അത് ടാക്കിൾ ചെയ്യാം എന്ന് പറഞ്ഞ് 1,00,000 ഹോംസോളം കെട്ടിക്കൊടുക്കാം എന്ന് പറഞ്ഞാണ്. പക്ഷെ ഇതില് 5 വർഷം, ഈ വന്ന 5 വർഷം, ഇപ്പൊ 6ാം വർഷം പുള്ളിക്കാരി റിസൈൻ ചെയ്യുമ്പോൾ 5 വർഷത്തിനുള്ളിൽ ഒരു ഫ്രാക്ഷൻ, ഒരു ഭാഗം മാത്രമേ എന്ത് ചെയ്യപ്പെട്ടിട്ടുള്ളൂ, കെട്ടപ്പെട്ടിട്ടുള്ളൂ. 1,00,000 പറഞ്ഞ പ്രോമിസിൽ ഒന്നും നടന്നില്ല, ഫ്രാക്ഷനെ കെട്ടപ്പെട്ടിട്ടുള്ളൂ. ഹൗസിംഗ് കാരണം ഹൗസിംഗ് പ്രൈസസ് ഭയങ്കര കൂടുകയാണ്, ഇൻഫ്ലേഷൻ ഭയങ്കരമായിട്ട് കൂടുകയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു അവസരത്തിൽ ഈ ബഡ്ജറ്റ്സിന് മൊത്തത്തിൽ, ഹൗസ് ഹോൾഡ് ബഡ്ജറ്റ്സ് മൊത്തത്തിൽ ഒരു ഹോൾ വന്നിരിക്കുന്ന ഒരു അവസ്ഥ, വല്ലാത്തൊരു പരിതാപാവസ്ഥയിലാണ്, ക്രൈസിസിലാണ് നിൽക്കുന്നത്. മാത്രമല്ല അടുത്ത പ്രോബ്ലം ഈസ് അനദർ ഒരു വലിയ ഇഷ്യൂ എന്ന് പറയുന്നത് ഹൗസിംഗ് ക്രൈസിസ് കൂടാതെ വേറൊരു ഇഷ്യൂ ആണ് ചൈൽഡ് പോവേർട്ടി. ചൈൽഡ് പോവേർട്ടി ഇസ് എൻ ഇഷ്യൂ. അതൊക്കെ അതിനെ അഡ്രസ് ചെയ്യുന്ന രീതി, കാരണം ന്യൂസിലൻഡിനെ സംബന്ധിച്ചുള്ള ഡെവലപ്ഡ് വേൾഡിൽ, ഡെവലപ്ഡ് കൺട്രീസിൽ എന്താ പറയാ ഹൈ ചൈൽഡ് പോവേർട്ടി റേറ്റ് ഉള്ള ഒരു കൺട്രി എന്ന് പറയുന്നത് ന്യൂസിലൻഡ് ആണ്. ഡെവലപ്ഡ് കൺട്രീസ് എടുത്ത് നോക്കുമ്പോൾ കേട്ടോ. ഒന്ന് നമ്മൾ പറഞ്ഞില്ല, ഹൗസിംഗ് ക്രൈസിസ് ഒരു പ്രോബ്ലം ആണ് പുള്ളിക്കാരിന്റെ ഒരു ചോദ്യം ചെയ്യുന്ന ഒരു, അതുപോലെ ചൈൽഡ് പോവേർട്ടിന്റെ ഒരു കാര്യം, അതിന് ടാക്കിൾ ചെയ്യുന്ന അഡ്രസ് ചെയ്യുന്ന രീതിയും ക്വസ്റ്റനബിൾ ആണ്. കാര്യം എന്താ, ന്യൂസിലൻഡിൽ ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് ആയിട്ടുള്ള ചൈൽഡ് പോവേർട്ടി റേറ്റ് വരുന്നതാണ് ഡെവലപ്ഡ് കൺട്രീസിൽ. അപ്പോൾ അതിന്റെ ഇനീക്വാളിറ്റി ടാക്കിൾ ചെയ്യാന്നുള്ളതും വലിയൊരു ഇഷ്യൂ. ചൈൽഡ് പോവേർട്ടിയും ഇനീക്വാളിറ്റി ടാക്കിൾ ചെയ്യുന്ന രീതിയും ഒരു എന്താ പറയാ ഒരു ക്വസ്റ്റനബിൾ ആയ ഒരു ആസ്പെക്ട് ആയിട്ട് പറയാം. കാരണം ടോപ്പ് 10% കൺട്രോൾ നിയർലി ഹാഫ് ഓഫ് ദി കൺട്രീസ് ഹൗസ് ഹോൾഡ് നെറ്റ് വർത്ത്. ശരിക്കും പറഞ്ഞാൽ ന്യൂസിലൻഡിലും 10% ബാക്കിയുള്ളവരെ ഭരിക്കുന്നത്, അവരാണ് കൂടുതൽ കൺട്രോൾ ചെയ്യുന്നത്. സോ ദാറ്റ് മീൻസ് അവിടെ ഇനിക്വാളിറ്റി ഹൈലി എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് അതിന്റെ അർത്ഥം, അല്ലെ? അപ്പൊ അത് വലിയൊരു ഇഷ്യൂ ആണ്. അതിനെ അഡ്രസ് ചെയ്യാൻ എത്രത്തോളം പുള്ളിക്കാരിക്ക് പറ്റി, ഹാവ് ഫോളൻ ഫ്ലാറ്റ്. പക്ഷെ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ പുള്ളിക്കാരി ഫെയിൽഡ് കംപ്ലീറ്റ്ലി എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം അവിടെ ഹൗസിംഗ് കാര്യത്തില് എന്താണ് ഫെയിൽഡ് കംപ്ലീറ്റ്ലി എന്ന് നമുക്ക് പറയാം. അതുപോലെ ചൈൽഡ് പോവേർട്ടി ഇതിന്റെ കാര്യത്തിൽ, ഇനീക്വാളിറ്റിയുടെ കാര്യത്തിൽ നമുക്ക് പറയാം, ഇനീക്വാളിറ്റി ടാക്കിൾ ചെയ്യുന്ന കാര്യത്തിൽ പുള്ളിക്കാരി ഈ 3 കാര്യത്തിൽ പുള്ളിക്കാരി എന്തായാലും കംപ്ലീറ്റ് ആയിട്ട് ഫെയിൽ ചെയ്തു എന്ന് തന്നെ പറയാം. Besides continued lockdowns and COVID measures, even when neighboring Australia opened up, turned a chunk of Miss Ardern's early admirers away from her. The slide in her popularity hit Labour's election prospects, which prompted many within the party to question her leadership. According to a December poll, Labour support stood at 33%, while 38% backed the centre-right National Party, the main opposition. It was against this background that Miss Ardern announced her resignation. Mr. Hipkins now has only 8 months to steady the ship and reverse the public mood, a tall ask. അപ്പം ഇനി ചുമതല ഹിപ്കിൻസിന്റെ ഇല്ല. കാര്യം ഇനി നമുക്ക് ഒരു പാർട്ടിയെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ആ പാർട്ടി അവരുടെ ഫേസ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ അല്ലെ, ഇന്ന ആള് റെപ്രസെന്റ്, ഇപ്പൊ നമ്മൾ മോദിജിയെ പറയുകയാണെങ്കിൽ, ഇഫ് മോദിജി ഈസ് പ്രൈം മിനിസ്റ്റർ, നമ്മൾ പറയും ഹി ഈസ് എ ഫേസ് ഓഫ് BJP ആണ്, അല്ലെ? അതിലൊരു മാറ്റമില്ല. അപ്പം ജസ്റ്റിസ് ആർഡനെ നമ്മൾ കാണുന്നത് ഷീസ് എ ഫേസ് ഓഫ് ലേബർ പാർട്ടിയുടെ ഫേസ് ആയിട്ടാണ്. അപ്പം ലോക്ക്ഡൌൺ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ലോക്ക്ഡൌൺ വന്നപ്പോൾ അത് ആദ്യമൊക്കെ വലിയ പ്രശ്നമില്ല, പക്ഷെ പിന്നെയും അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിട്ട് വന്നപ്പോഴേക്കും ഒന്നും ഓപ്പണപ്പ് ആവുന്നില്ല. ന്യൂസിലൻഡ് ആൾക്കാർക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു. കാരണം തൊട്ടടുത്തുള്ള ഓസ്ട്രേലിയക്ക് ഓപ്പണപ്പ് ആയി. അപ്പൊ ആദ്യമുള്ള ഏർലി അഡ്മൈറേഴ്സിന് അതൊക്കെ ഇഷ്ടപ്പെട്ടില്ല. ദേ വർ എവേ ഫ്രം ഹർ. പിന്നെ പയ്യെ ഇഷ്ടം പോപ്പുലാരിറ്റി കുറഞ്ഞു തുടങ്ങി. അങ്ങനെ അങ്ങനെ വന്ന് പിന്നെ വരുമ്പോൾ എന്തായാലും ആ സമയമല്ല നമ്മുടെ ഓപ്പോസിഷൻ പാർട്ടിക്ക് കയറാനുള്ള സമയമാണല്ലോ. അങ്ങനെ പുള്ളിക്കാരുടെ ലീഡർഷിപ്പിനെ പാർട്ടിയുടെ ഉള്ളിൽ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടാനുള്ള ഒരു രീതിയിലോട്ട് വന്നിട്ടുണ്ട്. പിന്നെ നാഷണൽ പാർട്ടി, സെന്റർ റൈറ്റുള്ള നാഷണൽ പാർട്ടിക്ക് ഭയങ്കര പോപ്പുലാരിറ്റി കൂടിയ ഒരു സമയത്ത്. കാര്യം ആ സമയത്ത് ഒരു പോൾ എടുത്ത് നോക്കിയപ്പോൾ ലേബർ പാർട്ടിക്ക് 33% സപ്പോർട്ട് ഉണ്ടായിരുന്നുള്ളൂ. 38% വന്നത് നാഷണൽ പാർട്ടിക്കാണ്. അപ്പം അതിൽ മേജർ ഓപ്പോസിഷൻ പാർട്ടി. അപ്പൊ അവിടേക്ക് ഭരണത്തിന്റെ ഒരു വേവ് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു സമയത്താണ് ആർഡൻ തീരുമാനിച്ചു ഇങ്ങനെ പോയി ശരിയാവില്ല, പാർട്ടിക്ക് ആകെപ്പാട് ഞാൻ കാരണം മോശമാണ് എന്ന് പറഞ്ഞ് പുള്ളിക്കാരി റെസിഗ്നേഷൻ സബ്മിറ്റ് ചെയ്തു. പക്ഷെ ഇപ്പൊ ഹിപ്കിൻസിനെ സംബന്ധിച്ചിടത്തോളം ഹി ഹാസ് എ ഗ്രേറ്റ് ടാസ്ക് ടു ഡു, അല്ലെ? നമ്മൾ നേരത്തെ ഹിപ്കിൻസിനെ സംബന്ധിച്ചിടത്തോളം ഇനി പുള്ളി വേണം ഈ 8 മാസം കൊണ്ട് എന്ത് ചെയ്യാന്, ഷിപ്പ് ഒന്ന് സെറ്റ് ആക്കി എടുക്കണം, നേരെ ആക്കണം, വീഴാതെ നോക്കണം. അതുപോലെ മാത്രമല്ല, ബട്ട് ഇറ്റ്സ് എ റിയലി ഡിഫിക്കൽട്ട് ടാസ്ക്, ഇറ്റ്സ് എ ടോൾ ഓർഡർ. ശരിക്കും അത് വലിയൊരു ഡിഫിക്കൽട്ട് റിക്വസ്റ്റ് ആണ്. എങ്ങനെ നേടിയെടുക്കാം, ഫുൾഫിൽ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഭയങ്കര ഒരു ഡിഫിക്കൽട്ട് ഓർഡർ ആണ്. സോ ഹി ഷുഡ് ബ്ലെൻഡ് മിസ് ആർഡൻസ് എംഫത്തറ്റിക് പൊളിറ്റിക്സ് വിത്ത് എ സ്ട്രോങ് ഇക്കണോമിക് വിഷൻ. പുള്ളി ചെയ്യാനുള്ളതെന്ന് വെച്ചാല് മിസ് ആർഡന്റെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, പുള്ളിക്കാരി ഹാസ് എംഫത്തറ്റിക് പൊളിറ്റിക്സ് ആണ്. ദാറ്റ്സ് എ ഗ്രേറ്റ് വൺ. അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അതേസമയത്ത് പുള്ളിക്കാരന് ഒരു സ്ട്രോങ് ഇക്കണോമിക് വിഷനോട് വേണം, എന്നാലും മുന്നോട്ട് പോകും. കാരണം സാമ്പത്തിക പ്രതിസന്ധി ഈസ് എ റിയൽ തിങ്. അപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇക്കണോമിക് വിഷനും
it couples up with empathetic politics. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിനെ ടാക്കിൾ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ he would address the New Zealand structural economic problems while keeping it social harmony intact. സോഷ്യൽ ഹാർമണി കീപ്പ് ചെയ്യുകയും ചെയ്യണം, അതേസമയത്ത് ഇക്കണോമിക് പ്രോബ്ലംസിനെ ടാക്കിൾ ചെയ്യണം. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ പുള്ളിക്കാരന് ഒരു സ്ട്രോങ് ഇക്കണോമിക് വിഷനും വേണം, എംപത്തറ്റിക് പൊളിറ്റിക്സും വേണം. അതായത് നമ്മുടെ മുമ്പിൽ ഉള്ള മുൻഗാമികൾ സഞ്ചരിച്ച പാത നമുക്ക് കിട്ടുമ്പോൾ പലപ്പോഴും പുറകെ വരുന്നവർക്ക് ഭയങ്കര പ്രശ്നമാണ്, ഒരുപാട് പ്രഷറാണ് അല്ലേ. സോ അതാണ് ഇപ്പൊ ഇനി ഹിപ്പിൻസിന് മുമ്പിൽ നിൽക്കാൻ പോകുന്നത്. സോ ഇറ്റ്സ് ആൻ അനലിറ്റിക്കൽ ആർട്ടിക്കിൾ, ഇറ്റ്സ് എ ഗുഡ് പീസ് ഓഫ് ആർട്ട്. അപ്പോൾ ഐ ഗെസ് ഇറ്റ്സ് ക്ലിയർ ടു യു. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. ഏറെക്കുറെ ഐഡിയ കിട്ടിക്കാണുമല്ലോ. അപ്പൊ ഇതിനെപ്പറ്റി എന്തായാലും ഉറപ്പായിട്ടും വേൾഡ് കാര്യങ്ങളെ പറ്റിയൊക്കെ നമുക്ക് വരുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടന്റ് പോയിന്റ്സ് മാത്രം നോട്ട് ചെയ്താൽ മതി. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. സോ ദാറ്റ്സ് ഇറ്റ്. ക്ലിയർ ആണെങ്കിൽ ഒരു തംസ് അപ്പ് ഇടും കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ. DRDO വന്നിട്ടില്ല കേട്ടോ. ആണോ? കലണ്ടർ വന്നു? ഓ ശരി ശരി ശരി, ഡേറ്റ് വന്നല്ലേ, ഞാൻ ഉറപ്പ് അത് കണ്ടില്ല കേട്ടോ. ഓക്കെ, India indicted him for acting China's espionage. Okay. Not enough in the tank എന്ന് പറഞ്ഞാൽ ടാങ്കിൽ ഇനി എഞ്ചിൻ ഇല്ല, ടാങ്കിൽ ഇനി പെട്രോൾ അധികം ഇല്ല, ഓയിൽ അധികം ഇല്ല, അധിക കാലം ഓടൂല എന്നർത്ഥം. അതാട്ടോ അർത്ഥം. അതൊരു ഇടിയമല്ല, നമ്മൾ കൊളോക്കിലായിട്ട് പറയില്ലേ, ചില ആൾക്കാർ കൊളോക്കിലായിട്ട് പറയില്ലേ, ടാങ്കിൽ ഇനി അധികം ഓയിൽ ഇല്ല, അധികം വണ്ടി അധികം മുന്നോട്ട് പോവില്ല എന്നർത്ഥം. അതാണ് കേട്ടോ സന്ദേശാർത്ഥം. ഓക്കെ, മനസ്സിലാക്കി തംസ് അപ്പ് ഇട്ടു. നമുക്ക് ക്വസ്റ്റനിലോട്ട് പോയി. ഇന്നത്തെ ക്വസ്റ്റൻ ഇതായിരുന്നു: The BJP is likely to continue with their innovations in dealing with regionalism, while the opposition's capacity to sustain will be tested in these elections. നോക്കിയിട്ട് ഇതിന്റെ ആൻസർ പറഞ്ഞേ. എത്ര പേര് ആൻസർ ഒന്നും നോക്കട്ടെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ. ഓക്കെ, സോ ഗിവ് മി യുവർ ആൻസർ പീപ്പിൾ. വേഗം ആൻസർ വരുമോ? നമുക്ക് എടുത്തിട്ട് വേഗം ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ കിട്ടുന്നില്ല നന്ദീശൻ. ഓക്കെ നന്ദീശൻ. ഓക്കെ, ഓൾ റൈറ്റ്. കിട്ടിയില്ല. ഇത് വളരെ സിമ്പിൾ. എനിക്ക് നമുക്ക് ഡിഫിക്കൽട്ട് സ്റ്റെപ്സേ പറ്റുള്ളൂ എന്ന് പറയുന്ന പോലെ പലരും ഡിഫിക്കൽട്ട് സ്റ്റെപ്സിന് വേണ്ടിയിട്ട് തപ്പി ഡിഫിക്കൽട്ട് സ്റ്റെപ്സ് കിട്ടാത്തതുകൊണ്ടാണ് പറ്റാത്തതെന്ന് എനിക്ക് തോന്നുന്നത്. എന്നാൽ എനിക്ക് ആകെ ഒരാളെവിടെ ആൻസർ ഡൗട്ട് അയച്ച് ചോദിച്ചുള്ളൂ, ഇതാണോ തെറ്റ് ഭാഗം എന്ന് ചോദിച്ചാൽ എനിക്ക് ഒരു സന്തോഷമുണ്ട്. കാര്യം ഒരാൾ മാത്രം ചോദിച്ചു, ബാക്കി എല്ലാവരും എന്താ പറയാ കിട്ടിയിട്ടില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം, നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. കാരണം വെച്ചാൽ നോക്കിക്കേ, BJP ആണ് ഇവിടുത്തെ സബ്ജക്ട് അല്ലെ. നമ്മുടെ സബ്ജക്ട് ഇവിടെ എന്താ നോക്കിയേ, BJP ആണ് ഇവിടുത്തെ സബ്ജക്ട്. ദ BJP is likely to continue. BJP മിക്കവാറും കണ്ടിന്യൂ ചെയ്യുമായിരിക്കും. എന്ത് വെച്ചിട്ട്? വിത്ത് ദെയർ ഇലക്ഷൻസ് ഓർ ഇന്നോവേഷൻ. BJP ഒരു സിംഗിൾ പാർട്ടി അല്ലേ. അപ്പൊ സിംഗിൾ പാർട്ടി ആവുമ്പോൾ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, കളക്റ്റീവ് നൗൺ അല്ലെങ്കിൽ മെറ്റീരിയൽ നൗൺ ഓർ നമ്മള് എന്തും സിംഗുലർ ആയിട്ടുള്ള കാര്യങ്ങളുടെ എല്ലാത്തിനും കൂടെ നമ്മൾ വസ്തുക്കളൊക്കെ ആണെങ്കിൽ അതിന്റെ കൂടെ എന്ത് കൊടുക്കും? ഇത് അഡ്ജക്റ്റീവ് എന്താ കൊടുക്കും? പോസിറ്റീവ് അഡ്ജക്റ്റീവ് എന്താ കൊടുക്കുക? ഇറ്റല്ലേ, ഇറ്റ്സ് അല്ലേ കൊടുക്കുക. ദേർന്ന് കൊടുക്കും. അവരുടെ എന്നാണ്, BJPയുടെ എന്നാണ്, പൊളിറ്റിക്കൽ ലീഡേഴ്സ് എന്നല്ല കൊടുത്തേക്കണേ, BJP ആണ്. അപ്പൊ ഇറ്റ്സ് അവരുടെ അല്ലേ. കോൺഗ്രസ് ഇറ്റ്സ്, ഇന്ത്യ ഇറ്റ്സ് അല്ലെ. ഇറ്റ്സ് ഇന്നോവേഷൻ ഇൻ ഡീലിംഗ് വിത്ത് റീജിയണലിസം വൈൽ ദ ഒപ്പോസിഷൻസ് capacity to sustain will be tested in these elections. സിമ്പിൾ ക്വസ്റ്റൻ ആയിരുന്നു, സിമ്പിൾ ആൻസർ ആയിരുന്നു. ശ്രദ്ധിക്കാതെ പോയി. എക്സാമിന് ഇങ്ങനെ വരാറുണ്ട്, സ്ഥിരമായിട്ട് വരുന്നുള്ളതാണ് സംഭവം. അതുകൊണ്ട് ഈ ഒരു പാറ്റേൺ ശ്രദ്ധിച്ച് പൊക്കോളാം. അപ്പൊ ഇന്നത്തെ ക്വസ്റ്റൻ പിടിച്ചോ. ഇപ്പൊ കത്തിയല്ലേ, ഞാൻ പറയുമ്പോ എല്ലാം കത്തി. എന്താ ചെയ്യാ? നമുക്ക് ഇന്നത്തെ ക്വസ്റ്റൻ നോക്കാം. ഇന്നത്തെ ക്വസ്റ്റൻ ചെയ്ത് നോക്ക് കേട്ടോ. Republicans led by House of Representatives Speaker Kevin McCarthy has called for a congressional investigation into the Biden classified leaks. ഇതാണ് ക്വസ്റ്റ്യൻ. ടേക്ക് എ സ്ക്രീൻഷോട്ട്. ആൻസർ എടുത്ത് എനിക്ക് കോമന്റ് സെക്ഷൻ തരണം കേട്ടോ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും കേട്ടോ. അപ്പോൾ ടേക്ക് എ സ്ക്രീൻഷോട്ട് മറക്കണ്ട. അതുപോലെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവർ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യും. നമ്മുടെ ടെലിഗ്രാം ചാനലിന്റെ പേര് KPSC ഷോർട്ട് സെലക്ഷൻ, അതുപോലെ തന്നെ Attendant കേരള സെൻട്രൽ എക്സാംസ്. അപ്പോൾ രണ്ട് ടെലിഗ്രാം ചാനലും ജോയിൻ ചെയ്യാൻ മറക്കണ്ട. നമുക്ക് ഡെയിലി വേർഡ്സ്, കറണ്ട് അഫയേഴ്സിന്റെ ബുള്ളറ്റിൻ പോയിന്റ്സ്, അതുപോലെ പോൾസ്, ഡെയിലി ക്വസ്റ്റൻസ് ഉണ്ട്. അതുപോലെ നോട്ടിഫിക്കേഷൻ ഒന്നും മിസ് ഔട്ട് ആവാതിരിക്കുക, ജോയിൻ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടുക, ഷെയർ ചെയ്യുക മറ്റുള്ളവരിലോട്ട്. കോമന്റ് സെക്ഷനിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ സജഷൻസ് ഉണ്ടെങ്കിൽ പങ്കുവെക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പിന്നെ ഒരു കാര്യം നമ്മൾ പറയാൻ മറന്നുപോയി, എന്നാൽ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുവാണ്. നമ്മുടെ ആപ്പില് വീക്ക്ലി കറണ്ട് അഫയേഴ്സ് പോട്ടെ, വീക്ക്ലി എഡിറ്റോറിയലിന്റെ ഡിക്ഷണറി അവൈലബിൾ. വീക്ക്ലി എഡിറ്റോറിയൽ ഡിക്ഷണറി അവൈലബിൾ. എല്ലാ വീക്കിലും നമ്മൾ ഡിസ്കസ് ചെയ്ത എഡിറ്റോറിയൽ ഒറ്റ PDF ആയിട്ട് നിങ്ങൾക്ക് അവിടെ എഡിറ്റോറിയൽ ഡിക്ഷണറി അവൈലബിൾ, ആപ്പിൽ അവൈലബിൾ ആണ്. അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഡൗൺലോഡ് ചെയ്തിട്ട് മറക്കണ്ട കേട്ടോ. സ്റ്റഡി മെറ്റീരിയൽ പോയി നോക്കിയാൽ കിട്ടും കേട്ടോ. ഓക്കെ, ഓൾ റൈറ്റ്. ഓക്കെ ഷൈനി, യെസ്, താങ്ക് യു സോ മച്ച് എവ്രിവൺ. ഹാവ് എ ഗുഡ് ഡേ ആൻഡ് ബി സേഫ്. ഓക്കെ.